എല്ലാരും ക്യാമറ ഓൺ ചെയ്ത് വെച്ച് മാക്സിമം എല്ലാവരും തന്നെ ക്യാമറസ് ഓൺ ചെയ്യാം. അനീന, ഗായത്രി, ഭദ്ര, നയന, എല്ലാവരും ഓരോരുത്തരുടെ പേര് എല്ലാവരും ക്യാമറസ് ഓൺ ചെയ്ത്. ഓക്കെ, അപ്പൊ നിങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഓൾറെഡി മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് നമുക്ക് ബിസിനസ് ലോയുടെ എക്സ്പേർട്ട് സെക്ഷൻ ആണ്. ഓക്കെ, അപ്പൊ നമ്മളൊരു കമ്പനിയിൽ ഒരു അക്കൗണ്ടന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറെ കാര്യങ്ങൾ ബിസിനസ് ലോ റിലേറ്റഡ് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിനെക്കുറിച്ചുള്ള സെഷനാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കണ്ടക്ട് ചെയ്യുന്നത്. നിങ്ങൾ സെഷൻ നിങ്ങൾക്ക് വേണ്ടി സെഷൻ എടുത്തു തരുന്നത് നമ്മുടെ ഫിൻപ്രോവിന്റെ കേരള അക്കാദമിക് സ്ട്രീമിൽ ലീഡ് ചെയ്യുന്ന CA ടാനിയ മാത്യു ആണ്. മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം 8+ ഇയേഴ്സ് ഓഫ് എക്സ്പീരിയൻസ് ഉള്ള ആളാണ്. നമ്മുടെ ഫിൻപ്രോവിന്റെ തന്നെ ഫിനാൻസ് മാനേജർ ആയിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു ബെസ്റ്റ് റിസോഴ്സ് പേഴ്സണെ തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സെക്ഷൻ സക്സസ്ഫുൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. എല്ലാവരും ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ? ആക്റ്റീവ് ആയിരിക്കും എല്ലാവരും? ഓക്കെ, തംസപ്പ് മാത്രം പോരാ, മൈക്കൊക്കെ അഡ്മ്യൂട്ട് ചെയ്ത് നോക്കണം കേട്ടോ. എല്ലാവരുടെ മൈക്കൊക്കെ വർക്ക് ചെയ്യും. അഡ്മ്യൂട്ട് ഒക്കെ ചെയ്തിട്ട് നാം ചോദിക്കുന്നതിനൊക്കെ ആൻസേഴ്സ് പറഞ്ഞ് ആക്റ്റീവായിട്ട് തന്നെ ഇരിക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് മാമിനെ വെൽക്കം ചെയ്യാം. വെൽക്കം ടാനിയ മാം. താങ്ക് യു ധന്യ. ഹലോ, ഗുഡ് മോർണിംഗ്. ഓഡിബിൾ ആണല്ലോ അല്ലേ സൗണ്ട്? ഇന്നത്താരും ഗുഡ് മോർണിംഗ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഓക്കെ, അപ്പൊ നമുക്കിന്ന് ബിസിനസ് ലോയുടെ സെഷൻ ആണ്. ഓൾറെഡി തന്നെ പറഞ്ഞത്. അപ്പം ബിസിനസ് ലോ എന്ന് പറയുമ്പം എന്തായിരിക്കും നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നതെന്നാണ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്. എന്ത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു ക്ലാസ്സിന് വന്നേക്കുന്നത്? എന്തൊക്കെയായിരിക്കും നമ്മൾ കവർ ചെയ്യാൻ പോകുന്നത്? എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? GST എന്ന് പറയുമ്പോൾ അറിയാം, GST ആണ്. ഇൻകം ടാക്സ് എന്ന് പറയുമ്പോൾ അറിയാം, ടാലി എന്ന് പറയുമ്പോൾ അറിയാം, സോഹോ എന്ന് പറയുമ്പോൾ അറിയാം. അപ്പൊ ബിസിനസ് ലോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും നമ്മൾ ഇന്ന് ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ പോകുന്നത്? ആരെങ്കിലും ഒന്ന് പറയുമോ? എന്താണ് എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാ. ആർക്കും ഐഡിയ ഇല്ല? ഒന്ന് പറഞ്ഞു നോക്ക്. അറിയില്ലാത്തോണ്ടാണോ? എല്ലാരും കൺഫ്യൂസ്ഡ് ആണ് ഇനി എന്തുവാ പഠിപ്പിക്കാൻ പോകുന്നതെന്ന്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ പറയാം. ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തോട്ടെ. ഓക്കെ, അപ്പം ഈ ഒരു സെഷനിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഓർഗനൈസേഷൻസ് ഉണ്ടല്ലേ, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് എന്ന് പറയാം. എന്തൊക്കെ എൻറ്റിറ്റീസ് നിങ്ങൾക്ക് അറിയാവുന്നേ? ഒരു ബിസിനസ് സെറ്റപ്പ് ചെയ്യുന്നത് എല്ലാം ഒരേ ടൈപ്പ്, ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസ് ഉണ്ട് നമുക്ക് ചുറ്റും. നമ്മൾ പല ഓർഗനൈസേഷൻസ് കാണുവാണെങ്കിൽ എന്തൊക്കെ ടൈപ്പ് എൻറ്റിറ്റീസാ നിങ്ങൾക്ക് അറിയാവുന്നത്? ഒന്നോ രണ്ടോ പറയാമോ? പാർട്ണർഷിപ്പ് ഒരു എൻറ്റിറ്റിയാണ്, ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. LLP ഒരു ബിസിനസ് എൻറ്റിറ്റിയാണ്. സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് അത് അറിയാം. അപ്പൊ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ഉണ്ട്. നമ്മൾ ചുറ്റും നോക്കുവാണെങ്കിൽ നമുക്ക് ഒത്തിരി എന്താ പറയുക, ഒത്തിരി ബിസിനസ് ഓർഗനൈസേഷൻസ് നമ്മുടെ ചുറ്റുമുണ്ട്. അതെല്ലാം ഒരേ ടൈപ്പ്, എല്ലാം കമ്പനി ആയിരിക്കണമെന്നില്ല, എല്ലാം പാർട്ണർഷിപ്പ് ഫേം ആയിരിക്കണമെന്നില്ല, എല്ലാം LLP ആയിരിക്കില്ല, എല്ലാം സോൾ പ്രൊപ്രൈറ്റർഷിപ്പ് ആയിരിക്കും. അപ്പം ഓരോ ഓർഗനൈസേഷനും ഓരോ എന്താ പറയാ, ഓരോ ടൈപ്പ് എൻറ്റിറ്റി ആയിട്ടായിരിക്കും രജിസ്റ്റർ ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ ഈ ഒരു സെഷനിൽ ഡീൽ ചെയ്യാൻ അല്ലെങ്കിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഈ ഓരോ ടൈപ്പ് ഓഫ് എൻറ്റിറ്റീസിനും എന്തൊക്കെ ലീഗൽ ആപ്ലിക്കേഷൻസ് ആണ് വരുന്നത് എന്നുള്ള. ഓരോ എൻറ്റിറ്റി ടു എൻറ്റിറ്റി വൈസ് ഡിഫറൻസ് ഉണ്ട്. അപ്പൊ അവരുടെ ഡോക്യുമെന്റേഷൻ, അവർക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ള ലീഗൽ ഫോർമാലിറ്റീസ്, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുള്ള GST ആയിരിക്കാം, ഇൻകം ടാക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ESI PF ആയിരിക്കാം, ഇതൊക്കെ തന്നെയാണ്. പക്ഷെ ഓരോ ബിസിനസ്സിനും ഇത് എങ്ങനെയൊക്കെയാണ് ആപ്ലിക്കബിൾ ആവുക എന്നുള്ളതാണ്. നിങ്ങളിപ്പോ GST പഠിച്ചിട്ടുണ്ട്, ഇൻകം ടാക്സ് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഓരോ
ബിസിനസ് ടു ബിസിനസ് വരുമ്പോൾ ഇതെങ്ങനെ ആപ്ലിക്കബിൾ ആകും എന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ഇപ്പൊ നിങ്ങൾ നാളെ ജോലിക്ക് പോകുമ്പോൾ ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ്സിലായിരിക്കും പോകുന്നത്. അപ്പൊ അവിടെ എന്തൊക്കെ വേണ്ടി വരും എന്ന് നിങ്ങൾക്ക് അറിയണമല്ലോ. നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതെല്ലാം സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആപ്ലിക്കബിൾ ആണോ അല്ലയോ അറിയില്ല നിങ്ങൾക്ക്. അപ്പം ഓരോ ബിസിനസ്സിലോട്ട് വരുമ്പം എന്തൊക്കെയാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതെന്നാണ് നമ്മൾ ഈ ഒരു സെഷനിൽ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്താണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിന്റെ പർപ്പസ് എല്ലാവർക്കും ക്ലിയർ അല്ലേ? ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എൻറ്റിറ്റി വൈസ് ആയിട്ട് എന്തൊക്കെയാണ് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, ആപ്ലിക്കേഷൻസ് എല്ലാം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് ഓൾറെഡി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഗൽ എൻറ്റിറ്റീസ് എന്തൊക്കെയാണ്, ഈ ഓരോന്നിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഓഡിറ്റ്സും അതുപോലെ ഡിഫറെന്റ് കംപ്ലയൻസസും അതുപോലെ NCA വെബ്സൈറ്റിന്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലീഗൽ എൻറ്റിറ്റീസ് നിങ്ങൾ പറഞ്ഞത് തന്നെ ഉള്ളൂ. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് നിങ്ങൾ പറഞ്ഞു, പാർട്ണർഷിപ്പ് പറഞ്ഞു, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് പറഞ്ഞു, കമ്പനി പറഞ്ഞില്ല, ബട്ട് കമ്പനി നിങ്ങൾക്ക് അറിയാം. അപ്പം ഈ 4 ടൈപ്പ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് ആണ് നമ്മൾ ചുറ്റും നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കൂടാണ്ട് ഉണ്ട്, ട്രസ്റ്റ് ഉണ്ട്, ഇതിൽ കൂടുതൽ ഉണ്ട്. ബട്ട് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള 4 ടൈപ്സ് ഓഫ് ബിസിനസ് എൻറ്റിറ്റീസ് എന്ന് പറയുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്, അതുപോലെ കമ്പനി. അതിൽ തന്നെ 2 കാറ്റഗറി ആയിട്ടാണ് ഈ ലീഗൽ എൻറ്റിറ്റീസിനെ കാണിച്ചേക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ? നോൺ കോർപ്പറേറ്റ് ഫോംസ് ആൻഡ് കോർപ്പറേറ്റ് ഫോംസ്. സോൾ പ്രൊപ്പറേറ്റർഷിപ്പും പാർട്ണർഷിപ്പ് ഫോമും നോൺ കോർപ്പറേറ്റ് ഫോം ആണ്. അതുപോലെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും കമ്പനിയും കോർപ്പറേറ്റ് ഫോം ആണ്. എന്താ ഈ നോൺ കോർപ്പറേറ്റ് ഫോമും കോർപ്പറേറ്റ് ഫോമും തമ്മിലുള്ള വ്യത്യാസം അറിയാവോ? നോൺ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഫോംസും തമ്മിൽ എന്താ വ്യത്യാസം? എനി ഐഡിയ? ഈ വേർഡ് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ്, നോൺ കോർപ്പറേറ്റ് കേട്ടിട്ടില്ല? ബികോമിന് പഠിക്കുമ്പോഴൊന്നും കേട്ടിട്ടില്ല? ഈ കമ്പനി ലോ ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റേണ്ടതാ, കമ്പനീസ് ആക്ട് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിൽ. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? കോർപ്പറേറ്റ് ഫോം ആകുമ്പോൾ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉണ്ട്. അതായത് ഇപ്പം കമ്പനിയും LLP ആണ് നമ്മൾ കോർപ്പറേറ്റ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആ ഒരു ബിസിനസ്സിന്, അല്ലെങ്കിൽ കമ്പനി ആ ഒരു ബിസിനസ്സിന് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുക. അതായത് അവിടുത്തെ ഇപ്പൊ LLP ആണെങ്കിൽ അവിടെ പാർട്ട്നേഴ്സ് ആയിരിക്കും, പാർട്ണർഷിപ്പ് ഫേം ആയതുകൊണ്ട് തന്നെ അവിടെ പാർട്ട്നേഴ്സ് ആയിരിക്കും. പാർട്ട്നേഴ്സിനെ അതുപോലെ LLP-നെ 2 എൻറ്റിറ്റി ആയിട്ടാണ് കണക്കാക്കുക. ഒരിക്കലും ഈ LLP-യുടെ ലയബിലിറ്റീസ് പാർട്ട്നേഴ്സിന് വരില്ല. അതുപോലെ തന്നെയാണ് കമ്പനീസിൽ ഷെയർ ഹോൾഡേഴ്സ് ആണ് അതിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ കമ്പനീനെ ഷെയർ ഹോൾഡേഴ്സിനെ സെപ്പറേറ്റ് എൻറ്റിറ്റീസ് ആയിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി LLP എന്നൊക്കെ പറയുന്ന ഒരു ആർട്ടിഫിഷ്യൽ പേഴ്സൺ ആയിട്ട് തന്നെയാണ് നമ്മൾ ഡീൽ ചെയ്യുക. പക്ഷെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിലും പാർട്ണർഷിപ്പിലും അങ്ങനെയല്ല. പാർട്ണർഷിപ്പ് ബിസിനസ് ഉണ്ടെങ്കിലും അവിടുത്തെ പാർട്ട്നേഴ്സ് തന്നെയാണ് പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുന്നത്. അപ്പൊ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ എന്തെങ്കിലും ലയബിലിറ്റി ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് പാർട്ട്നേഴ്സിന് ആപ്ലിക്കബിൾ ആകും. അവിടെ ഒരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഇല്ല. അവർക്ക് ആ ഒരു എന്താ പറയാ, അതൊരു വേറെ ബിസിനസ്, അതിന്റെ ലയബിലിറ്റി നമ്മൾ എടുക്കില്ല എന്നൊന്നും പറയാൻ പറ്റില്ല. സെയിം ആണ് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന്റെ കേസിൽ. അപ്പൊ അതാണ് നോൺ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ഫോംസ് തമ്മിലുള്ള വ്യത്യാസം. ഈ അടുത്ത് നമ്മൾ ആദ്യം തന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ആപ്ലിക്കബിൾ ആയിട്ടുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അല്ലെങ്കിൽ അതാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പം ആദ്യം തന്നെ ജസ്റ്റ് ഒന്ന് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. എന്താ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്? ഞാൻ ആസ് ആൻ ഇൻഡിവിജ്വൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക, അതിനെയാണ് നോർമലി സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് എന്ന് പറയാം. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിലും എനിക്ക് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്യാം. 1 person കമ്പനി എന്ന് കേട്ടിട്ടുണ്ടോ? അപ്പൊ എനിക്കൊരു സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുടെ ആ ഒരു സേഫർ സൈഡ് കിട്ടണം എന്നുണ്ടെങ്കിൽ എനിക്ക് വേണമെങ്കിൽ എന്റെ ബിസിനസിനെ 1 person കമ്പനി ആയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ 1 person കമ്പനി ആകുമ്പോൾ ഫോർമാലിറ്റീസ് കൂടുതലാണ്. കമ്പനിയുടെ ഫോർമാലിറ്റീസ് ഒക്കെ ആപ്ലിക്കബിൾ ആകും. ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആണ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒത്തിരി ബുദ്ധിമുട്ടായിട്ടുള്ള എന്താ പറയാ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒന്നും കംപ്ലൈ ചെയ്യാനില്ല. അപ്പം എളുപ്പത്തിന് പല ആൾക്കാരും ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങുവാണെങ്കിൽ അത് സെറ്റപ്പ് ചെയ്യുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആയിട്ടായിരിക്കും. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിനകത്ത് ആ ഒരു പേരിൽ തന്നെയുണ്ട്, ഒറ്റ ആളായിരിക്കും അതിന്റെ ആ പ്രൊപ്പറേറ്റർ എന്ന് പറയുന്നത്.
അതിന്റെ ഓണർ എന്ന് പറയുന്നത് ഈ പറയുന്ന പ്രൊപ്പറേറ്റർ തന്നെയായിരിക്കും. അതുപോലെ ഞാനൊരു പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് തുടങ്ങുവാണെങ്കിൽ ആ ഒരു ബിസിനസിന്റെ ഒരു പേര് ഞാൻ ഇട്ടിട്ടുണ്ടാവും. എന്റെ പേര് തന്നെ ആവണമെന്നൊരു നിർബന്ധമില്ല. പക്ഷെ എങ്കിലും എനിക്ക് ആ ബിസിനസിന്റെ പേരിൽ ഒരു പുതിയ പാൻ കാർഡ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. എന്റെ ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്കൊരു പാൻ കാർഡ് ഉണ്ടാവും. ആ ഒരു പാൻ കാർഡ് തന്നെയായിരിക്കും ഞാൻ ഒരു ബിസിനസ്സിലും യൂസ് ചെയ്യുന്നത്. അപ്പം എന്റെ ആ ഒരു പാൻ കാർഡ് വെച്ച് GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ എന്റെ ആ ഒരു പാൻ കാർഡ് മതി. അതല്ലാണ്ട് ബിസിനസിന്റെ പേരിൽ എനിക്ക് സെപ്പറേറ്റ് ഒരു പാൻ കാർഡ് എടുക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആകുമ്പോൾ പ്രൊപ്പറേറ്ററും ബിസിനസ്സും എല്ലാം സെയിം ആള് തന്നെയാണ്. പ്രൊപ്പറേറ്ററുടെ പാൻ തന്നെയായിരിക്കും ബിസിനസ്സും യൂസ് ചെയ്യുന്നുണ്ടാവുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ബിസിനസ്സിന് എന്ത് നഷ്ടം ഉണ്ടായാലും ആ നഷ്ടമെല്ലാം ആര് നികത്തണം? പ്രൊപ്പറേറ്റർ തന്നെ വേണം നികത്താൻ. ഇനി ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസിന്റെ സെറ്റപ്പിലോട്ട് വരുമ്പോൾ നോർമലി ഒരു സ്ഥലത്ത് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ അവര് ഇപ്പൊ പഞ്ചായത്തിന്റെ പരിധിയിലാണോ മുനിസിപ്പാലിറ്റിന്റെ പരിധിയിലാണോ വരണേ, ആ ഒരു മുനിസിപ്പാലിറ്റി പഞ്ചായത്ത് എവിടെയാണോ അവിടെ നിന്ന് ഒരു ലൈസൻസ് എടുക്കേണ്ടത് നിർബന്ധം. അത് ഏത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണെങ്കിലും വേണം. അപ്പൊ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി മെയിൻ ആയിട്ട് വേണ്ടത് ആ ഒരു പഞ്ചായത്തിന്റെ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അല്ലെങ്കിൽ ഒരു കോർപ്പറേഷന്റെ ലൈസൻസ് ആണ് പ്രധാനമായിട്ടും ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടി. ഇനിഷ്യൽ ഒരു സെറ്റപ്പിന് അത് മതി. ഒരു പഞ്ചായത്ത് ലൈസൻസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഷോപ്പ് വാടകയ്ക്ക് എടുത്തിട്ട് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാം. പക്ഷെ നേരെ മറിച്ച് നോർമലി അത് മതി. പക്ഷെ നമ്മൾ തുടങ്ങുന്ന ഒരു ഹോട്ടൽ ബിസിനസ് ആണെങ്കിലോ പറ്റുമോ? ഇല്ല. ഹോട്ടൽ ബിസിനസ് ആണെങ്കിൽ ഹോട്ടലിൽ ഫുഡാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പൊ ഫുഡ് ആൻഡ് സേഫ്റ്റി നമ്മളിപ്പം കാണാം ഒരിടയ്ക്കൊക്കെ ഇപ്പം ഈ ഫുഡ് പോയിസൺ ഒക്കെ വരുന്ന സമയത്ത് പല കടകളും അടച്ചു പൂട്ടുന്നു. ചെറിയ ചെറിയ പെട്ടിക്കടകൾക്ക് പോലും ഫുഡ് ആൻഡ് സേഫ്റ്റി ലൈസൻസ് ഒക്കെ വേണം, അങ്ങനെയൊക്കെ കാണുന്നില്ല. അപ്പം നമ്മൾ ഡീൽ ചെയ്യുന്ന ബിസിനസ് ടു ബിസിനസ് നമുക്ക് മേ ബി എന്തെങ്കിലും രജിസ്ട്രേഷൻ റിക്വയർമെന്റ്സ് ഉണ്ടെങ്കിൽ അതെടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഒരു പഞ്ചായത്ത് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്കൊരു നോർമലി ഒരു പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്റെ തന്നെയാണ് ബിസിനസ്, എന്റെ തന്നെ പാനാണ്. പക്ഷെ നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പൊതുവെ ബാങ്ക് അക്കൗണ്ട് പുതിയതൊരെണ്ണം എടുക്കും. എന്തുകൊണ്ടാണ്? നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് ഒരു പരിധി വരെയും സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് ആയിരിക്കും. സേവിങ്സ് ബാങ്ക് അക്കൗണ്ടിന് ഒത്തിരി എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനും വിഡ്രോ ചെയ്യുന്നതിനും ഒക്കെ കുറെ ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നോർമലി ഒരു ബിസിനസ് റൺ ചെയ്യുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കറണ്ട് അക്കൗണ്ടാണ്. അപ്പൊ നമുക്ക് ബിസിനസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത്രയും നാൾ കറണ്ട് അക്കൗണ്ട് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ബിസിനസ് തുടങ്ങി കഴിയുമ്പോൾ അതിന്റെ പേരിൽ ഒരു പുതിയ കറണ്ട് അക്കൗണ്ട് നോർമലി എല്ലാവരും ഓപ്പൺ ചെയ്യാറുണ്ട് ബിസിനസ് ട്രാൻസാക്ഷൻസ് ഡീൽ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് വരുന്നത് GST, ESI, EPF. ഇത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് എന്തെങ്കിലും എക്സംഷൻ ഉണ്ടോ? അതല്ലെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ഒരു സെപ്പറേറ്റ്, പാർട്ണർഷിപ്പിന് സെപ്പറേറ്റ്, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആണെങ്കിൽ ആപ്ലിക്കബിൾ അല്ല, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? GST ആർക്ക് ആപ്ലിക്കബിൾ? എന്ത് ബേസിസിലാണ് GST ആപ്ലിക്കബിലിറ്റി വരിക? GSTയുടെ ആപ്ലിക്കബിലിറ്റി വരുന്നത് എന്തിന്റെ ബേസിസിലാ? ഓർമ്മയുണ്ടോ? ആ ബേസിസ് എന്താന്ന് പറഞ്ഞാൽ മതി. അതിന്റെ എമൗണ്ടും ലിമിറ്റും ഒന്ന് ടേൺ ഓവർ ആണ്. ഓക്കെ, അപ്പൊ ടേൺ ഓവർ ലിമിറ്റ് വെച്ചിട്ടാണ് GST ആപ്ലിക്കബിലിറ്റി നമ്മൾ ഡിസൈഡ് ചെയ്യുന്നത്. അപ്പൊ എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണെങ്കിലും നമ്മളുടെ ബിസിനസ്സിലെ ടേൺ ഓവർ ആ പറയുന്ന ഒരു പർട്ടിക്കുലർ എമൗണ്ട് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തിരിക്കണം. അപ്പൊ നമ്മൾ ചെയ്യുന്ന ബിസിനസ് എന്താണ്? അത് സർവീസ് ഇൻഡസ്ട്രിയിലാണെങ്കിൽ 20 lakhs ക്രോസ് ചെയ്താലും, അതുപോലെ തന്നെ നമ്മളുടെ ബിസിനസ് ട്രേഡിംഗ് ആണെന്നുണ്ടെങ്കിൽ 40 lakhs ക്രോസ് ചെയ്താൽ നമ്മൾ GST രജിസ്ട്രേഷൻ എടുക്കണം. അതിപ്പം എന്ത് ടൈപ്പ് ഓഫ് എൻറ്റിറ്റി ആണെങ്കിലും വ്യത്യാസമില്ല. ESI, PF ലൈബിലിറ്റി വരുന്നത് എന്തിന്റെ ബേസിസിലാണ്? GST ടേൺ ഓവർ ആണെങ്കിൽ ESI, PF എന്തുവാ നോക്കുന്നത് നമ്മൾ മാനദണ്ഡം? ആപ്ലിക്കബിലിറ്റി എന്ത് ക്രൈറ്റീരിയ? നമ്പർ ഓഫ് എംപ്ലോയീസ് ആണ്. അതെ, അപ്പം ESI, PF ആപ്ലിക്കബിലിറ്റി വരുന്നത് സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആയതുകൊണ്ട് ഒരു എക്സെപ്ഷനും ഇല്ല. സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ബിസിനസ് ആണെങ്കിലും ആ ഒരു പർട്ടിക്കുലർ നമ്പർ ഓഫ് എംപ്ലോയി ലിമിറ്റ് ക്രോസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ESI, PF ആപ്ലിക്കബിൾ ആണ്. അപ്പൊ നമ്മുടെ ബിസിനസ് അത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ക്രോസ് ചെയ്യുവാണെങ്കിൽ നമ്മൾ ESI, PF രജിസ്ട്രേഷൻ എടുക്കണം. എന്നിട്ട് എല്ലാ മാസവും കൃത്യമായിട്ട് റിട്ടേൺ ഫയൽ ചെയ്യും, പേയ്മെന്റ് ചെയ്യുകയും ചെയ്തിരിക്കണം. നമ്മൾ എല്ലാ എംപ്ലോയീസിനും ആർക്കൊക്കെ കൊടുക്കാൻ നമ്മൾ ലൈബിൾ ആണോ എനിക്ക് അറിയാമായിരിക്കും അല്ലെ? സാലറി ലിമിറ്റ് ഒക്കെ അറിയാമല്ലോ. ആ ഒരു സാലറി ലിമിറ്റ് താഴെയുള്ളവർക്ക് നിർബന്ധമായിട്ടും ESI, PF എല്ലാം നമ്മൾ കൊടുത്തിരിക്കണം. അപ്പൊ അതാണ് GST, ESI, PF എല്ലാവർക്കും ഒരുപോലെ. ഇനി ഇൻകം ടാക്സ് റിട്ടേണിലോട്ട് വരുമ്പോൾ ഇൻകം ടാക്സ് റിട്ടേൺ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ആവുമ്പം എത്ര പെർസെന്റേജ് വരാന്ന് അറിയാമോ? എത്ര പെർസെന്റേജാ?
സീറോ എമൗണ്ട് തൊട്ടിട്ട് വേണോ? അറിയാവോ? നിങ്ങൾ ഇൻഡിവിജ്വലിന്റെ സ്ലാബ് റേറ്റ് നിങ്ങൾ പഠിച്ചിട്ടില്ലേ? ഇൻഡിവിജ്വലിന്റെ സ്ലാബ് റേറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആ ഒരു സ്ലാബ് റേറ്റ് തന്നെയാണ് ഇപ്പൊ എനിക്ക് ബിസിനസ് ആയതുകൊണ്ട് വ്യത്യാസമൊന്നുമില്ല. ഇൻഡിവിജ്വൽ സ്ലാബ് റേറ്റ് തന്നെയാണ് എനിക്ക് ഇൻകം ടാക്സ് ആപ്ലിക്കബിൾ ആവുക. അതുപോലെ 2.5 ലക്ഷത്തിൽ താഴെയാണെങ്കിൽ എനിക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമെന്ന് നിർബന്ധമില്ല. 2.5 ലക്ഷത്തിന് മേലെ എന്റെ ഇൻകം കയറുവാണെന്നുണ്ടെങ്കിൽ ഞാൻ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. ഫയൽ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിന്റെ ആ ഒരു റേറ്റ് വരുന്നത് സ്ലാബ് റേറ്റ് ആണ് നമുക്ക് ആപ്ലിക്കബിൾ ആവുക. നമ്മൾ ഓൾഡ് സ്കീം ന്യൂ സ്കീം ഒക്കെ പഠിച്ചിട്ടുണ്ടാവും. അതേ സെയിം തന്നെയാണ്. സാലറിക്കാർക്ക് എങ്ങനെയാണോ കട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ലാബ് റേറ്റ് തന്നെയാണ് ബിസിനസിന്റെ ഇൻകത്തിന്റെ പുറത്തായിരിക്കും ടാക്സ് വരിക എന്നേ ഉള്ളൂ. ബാക്കി കാൽക്കുലേഷൻസ് എല്ലാം സെയിം തന്നെയാണ്. നമുക്ക് നോർമലി സാലറിക്കാർക്ക് കിട്ടുന്നത് പോലത്തെ എക്സംഷൻ ഓൾഡ് സ്കീമിലാണെങ്കിൽ നമുക്ക് പല എക്സംഷനും ഡിഡക്ഷൻസും ക്ലെയിം ചെയ്യാം. ന്യൂ സ്കീമിലാണെങ്കിൽ അതൊന്നുമില്ല. ബിസിനസ്സിലോട്ട് വരുമ്പോഴും സെയിം തന്നെയാണ്. ആസ് ആൻ ഇൻഡിവിജ്വൽ എങ്ങനെയാണോ ഇൻകം ടാക്സ് ആപ്ലിക്കബിലിറ്റി അതുപോലെ തന്നെയാണ്. അപ്പൊ ഇൻകം എന്ന് പറയുന്നത് അവരുടെ ബിസിനസ് ഇൻകം ആയിരിക്കും. അത്രേ വ്യത്യാസമുള്ളൂ. ഇനി ടാക്സ് ഓഡിറ്റ്, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമെന്ന് പറയുമ്പോഴും ഒരു പെർട്ടിക്കുലർ സാലറിക്കാർക്ക് ടേൺ ഓവർ കൂടുതലാകുവാണെങ്കിലും ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ അല്ല. പക്ഷെ നേരെ മറിച്ച് ബിസിനസിന്റെ കേസിലോട്ട് വരുമ്പോൾ ഒരു പെർട്ടിക്കുലർ ടേൺ ഓവർ നമ്മൾ ക്രോസ് ചെയ്ത് കഴിയുമ്പോൾ ഇൻകം ടാക്സ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അപ്പൊ ആ ഒരു ലിമിറ്റ് വരുന്നത് നമ്മളുടെ ആനുവൽ ടേൺ ഓവർ, നമ്മളുടെ ടേൺ ഓവർ 1 കോടി നമ്മൾ നടത്തുന്ന ഒരു പ്രൊഫഷണൽ ബിസിനസ് ആണെങ്കിൽ 50 ലക്ഷം ക്രോസ് ചെയ്താലും, അതല്ല നോൺ പ്രൊഫഷണൽ ബിസിനസ് ആണെന്നുണ്ടെങ്കിൽ 1 കോടി ക്രോസ് ചെയ്താലാണ് നമുക്ക് നോർമലി ഇൻകം ടാക്സ് ആക്ട് പ്രകാരമുള്ള ഓഡിറ്റ് ആപ്ലിക്കബിൾ ആവുക. പക്ഷെ നേരെ മറിച്ച് നമ്മളുടെ ബിസിനസ്സിൽ ടേൺ ഓവർ ക്രോസ് ചെയ്തു 1 കോടിയല്ല, എന്റെ ബിസിനസ്സിൽ 3 കോടി ടേൺ ഓവർ ഉണ്ട്. പക്ഷെ എന്റെ ക്യാഷ് ട്രാൻസാക്ഷൻ, ഓവറോൾ ക്യാഷ് ട്രാൻസാക്ഷൻ എന്ന് പറയുന്നത് 5% താഴെ. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതിന് 3 കോടിയല്ല എന്റെ ടേൺ ഓവർ പറഞ്ഞത്, 3 കോടിയാണ് എന്റെ ടേൺ ഓവർ. 3 കോടിയുടെ 5% എന്ന് പറയുമ്പോൾ എത്രയാ? 15 ലക്ഷം രൂപ അല്ലേ? 15 ലക്ഷം രൂപയിൽ താഴെയാണ് എനിക്ക് ക്യാഷ് ആയിട്ട് റെസീപ്റ്റ് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാൻ ടാക്സ് ഓഡിറ്റ് ചെയ്യണം നിർബന്ധമില്ല. 10 കോടി വരെ എനിക്ക് എക്സ്റ്റൻഷൻ ഉണ്ട്. 10 കോടി ക്ലോസ് ചെയ്താൽ മാത്രം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പക്ഷെ ടാക്സ് ഓഡിറ്റ് ഫയൽ ചെയ്യേണ്ടത് ഞാൻ 10 കോടി ക്ലോസ് ചെയ്താൽ മാത്രം. പക്ഷെ എനിക്ക് ചെയ്യണമെങ്കിൽ ചെയ്യാം. പക്ഷെ മാൻഡേറ്റ് വരുന്നത് 10 കോടിക്ക് മേലെയാണ്. അതിനൊരു കണ്ടീഷൻ ഉണ്ട്. നമ്മുടെ ബിസിനസ്സിൽ നടക്കുന്ന ക്യാഷ് ട്രാൻസാക്ഷൻ 5% താഴെയോ. ക്യാഷ് ട്രാൻസാക്ഷൻ പ്രൊമോട്ട് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു റൂളാണിത്. അതല്ല എനിക്ക് 5% കൂടുതൽ, അല്ലെങ്കിൽ ബിസിനസ്സിൽ 10%, 15% അല്ലെങ്കിൽ 20% ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 1 കോടി ടേൺ ഓവർ ക്രോസ് ചെയ്ത് അല്ലെങ്കിൽ 50 ലക്ഷം ടേൺ ഓവർ ക്രോസ് ചെയ്യുവാണെങ്കിൽ തന്നെ ഞാൻ ടാക്സ് ഓഡിറ്റർ അപ്പോയിന്റ് ചെയ്ത് ഓഡിറ്റ് ഫോംസ് എല്ലാം ഫയൽ ചെയ്ത് വേണം ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ. അതല്ല എന്നുണ്ടെങ്കിൽ 5% താഴെയാണെങ്കിൽ 10 കോടി വരെ എനിക്ക് ടാക്സ് ഓഡിറ്റ് ഇല്ലാണ്ട് തന്നെ റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി GST ആനുവൽ റിട്ടേൺ ആപ്ലിക്കബിലിറ്റി, അതും എല്ലാ ബിസിനസ്സിനും ഒരുപോലെ തന്നെയാണ്. GSTR 9 9C ഫയൽ ചെയ്യണം. GSTR 9 ആപ്ലിക്കബിൾ ആകുന്നത് നമ്മുടെ ആനുവൽ ടേൺ ഓവർ 2 കോടി ക്രോസ് ചെയ്യുവാണെങ്കിലും 9C ആപ്ലിക്കബിൾ ആകുന്നത് നമ്മുടെ ടേൺ ഓവർ 5 കോടി ക്രോസ് ചെയ്യുവാണെങ്കിലും. അപ്പൊ എന്റെ ബിസിനസ്സിൽ 3 കോടി, നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ 3 കോടിയാണ് ടേൺ ഓവർ. അങ്ങനെയാണെങ്കിൽ എനിക്ക് 9ഉം 9Cയും ആപ്ലിക്കബിൾ ആണോ? ഏതെനിക്ക് ആപ്ലിക്കബിൾ ആയിട്ട് വരാ പറയാവോ? രണ്ടും ആപ്ലിക്കബിൾ ആയിരിക്കുമോ? അതോ ഏതെങ്കിലും ഒന്നായിരിക്കും GSTR 9? നേരെ മറിച്ച് എനിക്ക് 6 കോടി ടേൺ ഓവർ ഉണ്ടെങ്കിലോ? 6 കോടിയാണ് ടേൺ ഓവർ എങ്കിലോ? GSTR 9C. രണ്ടും ആപ്ലിക്കബിളാ. GSTR 9ഉം ഫയൽ ചെയ്യണം, GSTR 9Cയും ഫയൽ ചെയ്യണം. GSTR 9 എന്ന് പറയുന്നത് നമ്മളുടെ ആനുവൽ റിട്ടേൺ ആണ്. അതിനകത്താണ് നമ്മളുടെ ഈ വർഷത്തെ ഫുൾ നമ്മളുടെ സെയിൽസ്. നമ്മളിപ്പോ മന്ത്ലി GSTR 1ഉം 3B ഒക്കെ ഫയൽ ചെയ്തിട്ടുണ്ടാകുമല്ലോ. നമ്മൾ GST രജിസ്ട്രേഷൻ എടുത്തു കഴിഞ്ഞാൽ എല്ലാ മാസവും കൃത്യമായിട്ട് GSTR 1ഉം 3Bയും ഫയൽ ചെയ്യണം. 2 കോടിക്ക് 5 കോടിക്ക് ഇടയ്ക്ക് ടേൺ ഓവർ ആണെങ്കിൽ 9 മാത്രം ഫയൽ ചെയ്യണം. 9 എന്ന് പറയുന്നത് ആനുവൽ റിട്ടേൺ ആണ്. ആനുവൽ റിട്ടേണിനകത്ത് നമ്മൾ മന്ത്ലി ഫയൽ ചെയ്ത് GSTR 1ന്റെ 3Bയുടെ എല്ലാം ഒരു ടോട്ടൽ സമ്മറി ആനുവൽ റിട്ടേൺ ആണ് GSTR 9 എന്ന് പറയുന്നത്. 9C 5 കോടിക്ക് മേലെയുള്ള ആൾക്കാർക്ക് 9ഉം ആപ്ലിക്കബിൾ ആണ്, 9Cയും. ബോത്ത് രണ്ടും ആപ്ലിക്കബിൾ ആണ്. 9C എന്ന് പറഞ്ഞാൽ ആനുവൽ റിട്ടേൺ അല്ല, റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ് ആണ്. 9 ആനുവൽ റിട്ടേണും 9C റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ്. റീകൺസീലിയേഷൻ സ്റ്റേറ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ
നമ്മുടെ ബുക്സിൽ നമ്മൾ GST റിട്ടേണിൽ എന്തൊക്കെയോ ഫയൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നാളെ GST ഡിപ്പാർട്ട്മെന്റ് ചോദിക്കുന്നത് നമ്മളുടെ ഈ വർഷത്തെ ഓഡിറ്റ് കഴിഞ്ഞിട്ടുള്ള ബുക്സ് ഓഫ് അക്കൗണ്ട്സും നമുക്ക് GSTR 990 ഡ്യൂ ഡേറ്റ് വരുന്നത് ഇപ്പൊ കഴിഞ്ഞ 2026 മാർച്ചിൻ്റെത് നമ്മൾ ഫയൽ ചെയ്യുന്നത് 2026 ഡിസംബർ വരെ നമുക്ക് സമയമുണ്ട്. ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ ബുക്സിന്റെ ഓഡിറ്റ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ ബുക്സ് എല്ലാം പ്രീവിയസ് ഇയർത്തെ ഫൈനൽ ആയിട്ടുണ്ടാവും. നമ്മൾ ഇൻകം ടാക്സ് റിട്ടേൺ എല്ലാം ഫയൽ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ബുക്സ് ഫൈനലായി. അപ്പൊ 9C വരുമ്പോൾ നമ്മുടെ ബുക്സിലുള്ള ടേൺ ഓവർ, നമ്മുടെ ബുക്സിലുള്ള ITC, ഇതും നമ്മൾ GSTR 9 ഫയൽ ചെയ്ത് ടേൺ ഓവർ, ടാക്സ് ലൈബിലിറ്റി, ITC ഇത് തമ്മിലുള്ള റീകൺസിലിയേഷൻ ആണ് 9C. അപ്പൊ നമ്മുടെ ബുക്സിലും മറ്റേ 9 ഒരുപോലെ ആണെങ്കിൽ റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റ്സിൽ 0 ആയിരിക്കും വരിക. ഇനി അതല്ല, എന്തെങ്കിലും കാരണം കൊണ്ട് വ്യത്യാസം ഉണ്ടെങ്കിൽ ആ കാരണങ്ങൾ കാണിച്ച് നമ്മൾ ഫയൽ ചെയ്യുന്ന ഒരു ഫോമാണ് GSTR 9C എന്ന് പറയുന്നത്. അപ്പം GSTR 9 ആനുവൽ റിട്ടേണും GSTR 9C റീകൺസിലിയേഷൻ സ്റ്റേറ്റ്മെന്റും ആണ്. രണ്ടും പ്രൊപ്പറേഷൻ ബിസിനസിന് ആപ്ലിക്കബിൾ ആകാം. കണ്ടീഷൻ എന്താ? അവരുടെ ടേൺ ഓവർ 2 കോടി അല്ലെങ്കിൽ 5 കോടി ക്രോസ് ചെയ്തിട്ടുണ്ടാകാം. ഇനി 2 കോടിക്ക് താഴെയുള്ളവർക്ക് 9 ഫയൽ ചെയ്യണമെങ്കിൽ ഫയൽ ചെയ്യാം. പക്ഷെ അവർ ഫയൽ ചെയ്തില്ല എന്ന് വെച്ചിട്ട് ഫൈനും പെനാൽറ്റി ഒന്നും വരില്ല. പക്ഷെ എനിക്ക് 9 ഫയൽ ചെയ്യണം അല്ലെങ്കിൽ 9C ഫയൽ ചെയ്യണം എന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അവർ ഫയൽ ചെയ്തില്ലെങ്കിൽ ലൈബിലിറ്റീസ് ഒന്നും ഇല്ല എന്ന് മാത്രമേ ഉള്ളൂ. ക്ലിയർ ആണോ നിങ്ങൾക്ക്? എന്തൊക്കെയാണ് ഒരു സോൾ പ്രൊപ്പറേറ്റർഷിപ്പിന് ആപ്ലിക്കബിൾ ആയിട്ട് വരിക എന്നുള്ളത് ക്ലിയർ ആണോ? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിച്ചത് നമുക്ക് ഓരോന്നെ ക്ലിയർ ചെയ്ത് പോകാം. ഡൗട്ട് ഒന്നും ഇല്ലാർക്കും? ഓക്കെ ആണെങ്കിൽ ഒരു തംസ് അപ്പ് ഇടാവുന്ന. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്തത് പാർട്ണർഷിപ്പ് ഫേമിലോട്ട് പോകാം. പാർട്ണർഷിപ്പ് ഫേം എന്ന് വെച്ചാൽ എന്താ? സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് ഒറ്റയാളാം. പാർട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ 2ഓ അതിലധികമോ ആൾക്കാർ ചേർന്നിട്ട് ഒരു ബിസിനസ് നടത്തുവാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പാർട്ണർഷിപ്പ് ഫേം എന്ന് പറയുന്നത്. പാർട്ണർഷിപ്പ് ഫേമിൽ മാക്സിമം മിനിമം 2 ഒരാളാണെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ്, ഒന്നിലധികം ഉണ്ടെങ്കിൽ പാർട്ണർഷിപ്പിലോട്ട് നമുക്ക് പോകാം. അത് 1 മുതൽ മാക്സിമം എത്ര വരെ വരാം? ഒരു നോർമലി ഒരു പാർട്ണർഷിപ്പിൽ മാക്സിമം 50 ആൾക്കാരെ വരെയാണ് ഒരു പാർട്ണർഷിപ്പിൽ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ഓഫ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇനി നേരത്തെ പറഞ്ഞതുപോലെ എന്താ, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഒന്നും ഇല്ല. ഇവിടെ പാർട്ട്നേഴ്സ് തന്നെയാണ് ഈ ബിസിനസിന്റെ ഓണേഴ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ പാർട്ണർഷിപ്പ് ബിസിനസ്സിന് ലാഭം ഉണ്ടാകുവാണെങ്കിൽ അവർക്ക് നല്ലതാണ്. പാർട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്തെങ്കിലും നഷ്ടം ഉണ്ടാകുവാണെങ്കിൽ, എന്തെങ്കിലും ലയബിലിറ്റി ഇൻകർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവർ കയ്യിൽ നിന്ന് അടയ്ക്കേണ്ടി വരും. ക്ലിയർ ആണോ അത്? ഈ പാർട്ട്നേഴ്സ് ആയിരിക്കും അവരുടെ പേഴ്സണൽ പ്രോപ്പർട്ടിയിൽ നിന്ന് എടുത്തിട്ട് ഈ പാർട്ണർഷിപ്പ് ബിസിനസിന്റെ ലയബിലിറ്റീസ് പേ ഓഫ് ചെയ്യേണ്ടി വരും. ഇനി സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാർട്ണർഷിപ്പിലോട് വരുമ്പോൾ പാൻ കാർഡ് സെപ്പറേറ്റ് വേണം. എന്തുകൊണ്ട്? ഞാനും സഹലും ചേർന്നിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. എന്റെ പാൻ നമ്പർ വെച്ചിട്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. സഹലിന്റെ വെച്ചിട്ട് പറ്റുമോ? സഹലിന്റെ വെച്ചിട്ട് ചെയ്താൽ ഞാനും സമ്മതിക്കില്ല, എന്റെ വെച്ചിട്ട് ചെയ്താൽ സഹല് സമ്മതിക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ചേർന്നിട്ട് ക്രിയേറ്റ് ചെയ്തേക്കുന്ന ആ ഒരു പാർട്ണർഷിപ്പ് ബിസിനസിന്റെ പേരിൽ ഒരു പുതിയ പാൻ കാർഡ് ഞാൻ എടുക്കാം. ആ പാൻ കാർഡ് വെച്ചിട്ടാണ് ഞാൻ ഈ ബിസിനസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ബാങ്ക് അക്കൗണ്ട് നമ്മൾ പുതിയതായിട്ട് വരണം. ഈ ഒരു പാർട്ണർഷിപ്പ് ബിസിനസിന്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് പുതിയതായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യണം. ഇനി പാർട്ണർഷിപ്പ് ബിസിനസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ പാർട്ണർഷിപ്പ് രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അറിയാമോ നിങ്ങൾക്ക്? പാർട്ണർഷിപ്പ് ഫേം രജിസ്റ്റർ ചെയ്യണം എന്നുള്ളത് കമ്പൽസറി അല്ല, പക്ഷെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എനിക്ക് രജിസ്റ്റർ ചെയ്യണം എന്നാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാം, വേണ്ട രജിസ്റ്റർ ചെയ്യണമെന്നില്ല എന്നാണെങ്കിൽ രജിസ്റ്റർ ചെയ്യാതെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു ബിസിനസ് പാർട്ണർഷിപ്പ് ആയിട്ട് നടത്താൻ പറ്റും. അപ്പൊ രജിസ്ട്രേഷൻ കമ്പൽസറി അല്ല, പക്ഷെ നമ്മൾ രജിസ്റ്റർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ രജിസ്ട്രാർ ഓഫ് ഫേംസ് ട്രിവാൻഡ്രം ആണ്. കേരളത്തിൽ നമുക്ക് രജിസ്ട്രാർ ഓഫ് ഫേംസ് ട്രിവാൻഡ്രത്തിലാണ് നമ്മൾ ഈ പറയുന്ന രജിസ്ട്രേഷൻ ചെയ്യുന്നത്. ഇനി ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിക്കുമ്പോൾ ആദ്യം വേണ്ട ഡോക്യുമെന്റ് എന്താ? ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്താ? ഫസ്റ്റ് നമ്മൾ പാർട്ണറെ കണ്ടുപിടിക്കണം, നമ്മൾ തമ്മിൽ ഒരു ടേംസ് ആൻഡ് കണ്ടീഷൻസ് എഗ്രി ചെയ്യണം, അല്ലേ? അതല്ലാണ്ട് വെറുതെ ഒരു ബിസിനസ് ഒന്നും പറയാണ്ട് ആരുടെയെങ്കിലും ഒരു പേര് വെച്ചിട്ട് എനിക്ക് തുടങ്ങാൻ പറ്റുമില്ല. അപ്പൊ നമ്മൾ രണ്ടുപേര് ചേർന്നിട്ടാണ് ബിസിനസ് നടത്തണമെങ്കിൽ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഞാനും സഹലും ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് നടത്തുവാണെങ്കിൽ എങ്ങനെയാ?
ഞങ്ങൾ രണ്ടുപേരും കൂടി എന്താ ബിസിനസ് ചെയ്യണ്ടേ, ഓരോരുത്തർ എത്ര രൂപ ചെലവാകും, ഓരോരുത്തർ എത്ര രൂപ കൊണ്ടുവരും, ഇനി നമ്മുടെ പ്രോഫിറ്റ് ഷെയറിങ് എങ്ങനെയാണ്, ആരാണ് ബിസിനസ്സിൽ ഓരോ കാര്യങ്ങൾ ചെയ്യണം. അപ്പൊ അങ്ങനെ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ് വേണമല്ലോ. അപ്പൊ അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്ക് നമ്മൾ തമ്മിൽ അടിയായിട്ട് ഈ ഒരു ബിസിനസ് കൂട്ടിപ്പോകും. അപ്പൊ നമ്മൾ തമ്മിലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിന് പുറത്താണ് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ് എല്ലാം റിട്ടേൺ ഫോമിലോട്ട് എഴുതുന്നതാണ് പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളൊരു പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റ് ചെയ്യേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡാണ്. പാർട്ണർഷിപ്പ് ഡീഡ് ചെയ്തതിന് ശേഷം മാത്രമേ ബാക്കി നമ്മൾ പറഞ്ഞ പാൻ ആയിക്കോട്ടെ, ബാങ്ക് അക്കൗണ്ട് ആയിക്കോട്ടെ, രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, എന്ത് ചെയ്യണമെങ്കിലും നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയാ പാർട്ണർഷിപ്പ് ഡീഡ് ആയിരിക്കും. അപ്പൊ നമ്മൾ എന്ത് ബിസിനസ് ആണോ നടത്തുന്നത്, എന്ത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണോ നമ്മൾ എഗ്രി ചെയ്തേക്കുന്നത്, അതെല്ലാം റൈറ്റിംഗിൽ വരണ ഡോക്യുമെന്റ് ആണ് പാർട്ണർഷിപ്പ് ഡീഡ്. അപ്പൊ ആദ്യം നമ്മൾ പാർട്ണർഷിപ്പ് ഡീഡ് വെക്കും. ഈ പാർട്ണർഷിപ്പ് ഡീഡ് വെച്ചിട്ടാണ് നമ്മൾ പാൻ കാർഡിന് അപ്ലൈ ചെയ്യുന്നത്, ബാങ്ക് അക്കൗണ്ട് അപ്ലൈ ചെയ്യുന്നത്, അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞ രജിസ്ട്രാർ ഓഫ് ഫേംസിൽ നമുക്ക് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ അവിടെയും നമ്മൾ കൊടുക്കേണ്ട ഡോക്യുമെന്റ് എന്താ, ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഡീഡ് ആണ്. ഇനി പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത് നമുക്ക് പറയാം. അതിനു മുന്നേ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞ എന്തൊക്കെ ഫയലിങ്സ് ആണ് ആപ്ലിക്കബിൾ ആകുക എന്നുള്ളത് നോക്കാം. നേരത്തെ അൺലിമിറ്റഡ് ലൈബിലിറ്റി നമ്മൾ പറഞ്ഞതാ. GST, ESI, EPF സെയിം കണ്ടീഷൻസ് ആണ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഉണ്ടായിരുന്നത്. ടേൺ ഓവർ ക്രോസ് ചെയ്യുവാണെങ്കിൽ GST രജിസ്ട്രേഷൻ എടുക്കണം. നമ്പർ ഓഫ് എംപ്ലോയീസ് ആ ഒരു പർട്ടിക്കുലർ ലിമിറ്റ് ക്രോസ് ചെയ്യുവാണെങ്കിൽ ESI, PF രജിസ്ട്രേഷൻ എടുക്കണം. മന്ത്ലി റിട്ടേൺസ് എല്ലാത്തിനും ഫയൽ ചെയ്യണം. ഇനി ഇൻകം ടാക്സിലോട്ട് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇൻകം ടാക്സ് നമുക്ക് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് എങ്ങനെയായിരുന്നു, എങ്ങനെയാ നമ്മൾ പറഞ്ഞത്, സ്ലാബ് റേറ്റ് ആണ്. 2.5 ലക്ഷം ടേൺ ഓവർ ക്രോസ് ചെയ്താലാണ് ഫയൽ ചെയ്യേണ്ടത്. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞു അല്ലേ. ഇനി പാർട്ണർഷിപ്പിലോട്ട് വരുമ്പോ എങ്ങനെയാ, പാർട്ണർഷിപ്പിലോട്ട് വരുമ്പോ ഞാൻ കഴിഞ്ഞ വർഷം ഞങ്ങൾ ബിസിനസ് എന്താ പറയാ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പാർട്ണർഷിപ്പ് ഡീഡ് ചെയ്തു, പാൻ കാർഡ് ചെയ്തു. പക്ഷെ നമ്മൾ ബിസിനസ്സിന് റെന്റിനെടുത്ത് ബിൽഡിംഗ് ഒക്കെ സെറ്റായി നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നതേ ഉള്ളൂ. അപ്പൊ കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് നമ്മൾ പാൻ കാർഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ബിസിനസ് ചെയ്യാൻ തുടങ്ങാൻ പോകുന്നതേ ഉള്ളൂ, ഒന്നും ചെയ്തിട്ടില്ല, 3 മാസമായി. അപ്പൊ നമ്മൾ പാൻ കാർഡ് എടുത്ത് ബാങ്ക് അക്കൗണ്ടിൽ പൈസ കൊണ്ടുവന്നതിന് ശേഷമാണ് നമ്മളൊരു ബിൽഡിംഗ് റെന്റിന് എടുത്തു, അതിന്റെ ഇന്റീരിയർ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുക, ബിസിനസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പൊ എന്റെ ടേൺ ഓവർ എത്രയാ, 0 ടേൺ ഓവർ ആണെങ്കിലും ഞാൻ റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ക്ലിയർ ആണോ നിങ്ങൾക്ക്? ഞാൻ ഒരു പാർട്ണർഷിപ്പ് ബിസിനസിന്റെ പേരിൽ ഒരു പാൻ എടുത്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് ഞാൻ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. അത് 0 ടേൺ ഓവർ ആണെങ്കിലും നിൽ റിട്ടേൺ ഞാൻ നിർബന്ധമായിട്ട് ഫയൽ ചെയ്തിരിക്കണം. നിങ്ങൾക്ക് അറിയാലോ, ഈ GSTയിൽ നമ്മൾ രജിസ്ട്രേഷൻ എടുത്താൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ മാത്രമാണോ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടേ? ആണോ? അല്ല. നമ്മൾ ബിസിനസ്സിൽ ട്രാൻസാക്ഷൻസ് ഒന്നും നടന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം, നിൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെയാ പാർട്ണർഷിപ്പ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, പാൻ കാർഡ് എടുത്തു എന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. അത് ടേൺ ഓവർ 0 ആണെങ്കിൽ നിൽ റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടത്. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ടേൺ ഓവർ അല്ലെങ്കിൽ നമ്മുടെ ഇൻകം ആണ് കാണിക്കേണ്ടത്. ഇൻകം 0 ആണെങ്കിൽ നമ്മൾ ഫയൽ ചെയ്യണം. ഇൻകം 0 അല്ല, ഇൻകം ഉണ്ടെന്നുണ്ടെങ്കിൽ ടേൺ ഓവർ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ നിർബന്ധമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് കമ്പൽസറി ആണ്. ഒരു ത്രെഷോൾഡ് ലിമിറ്റ് ഒന്നും ആപ്ലിക്കബിൾ അല്ല പാർട്ണർഷിപ്പ്. ഇനി ടാക്സ് ഓഡിറ്റിലോട്ട് വരുമ്പോൾ സെയിം ആണ്. നമ്മൾ എന്താണോ പ്രൊപ്രൈറ്റർഷിപ്പിന് പഠിച്ചത് സെയിം തന്നെയാ. പ്രൊഫഷണൽ ബിസിനസ് ആണ് പാർട്ണർഷിപ്പിൽ എന്നുണ്ടെങ്കിൽ 50 ലക്ഷം ക്രോസ് ചെയ്യുവാണെങ്കിൽ ഇൻകം ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. നോൺ പ്രൊഫഷണൽ ബിസിനസ് ആണെങ്കിൽ 1 കോടിയാണ്. സെയിം 5% താഴെയാണ് നമ്മുടെ ക്യാഷ് ട്രാൻസാക്ഷൻ എന്നുണ്ടെങ്കിൽ ഈ ഒരു ലിമിറ്റ് നമുക്ക് 10 കോടി വരെ ടാക്സ് ഓഡിറ്റ് ഇല്ലാണ്ട് നോർമൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്താലും മതിയാകും. അതിനകത്ത് വേറെ വ്യത്യാസമൊന്നുമില്ല. GSTR 9(9)C സെയിം ആണ്. ടേൺ ഓവർ ലിമിറ്റ് സെയിം. 2 കോടിക്ക് മേലെ പോകുകയാണെന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ 9 ഫയൽ ചെയ്യണം. 5 കോടിക്ക് മേലെ പോകുകയാണെങ്കിൽ 9C. 9C എന്ന് പറയുമ്പോൾ 9ഉം 9Cയും ആപ്ലിക്കബിൾ ആണ് കേട്ടോ. 2 കോടിക്ക് മേലെ വരുമ്പോൾ 9 ഓട്ടോമാറ്റിക്കലി ആപ്ലിക്കബിൾ ആയി കഴിഞ്ഞു. 5ലോട്ട് വരുമ്പോൾ 9ഉം 9Cയും രണ്ടും ആപ്ലിക്കബിൾ ആകും. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്രയും? സോൾ പ്രൊപ്രൈറ്റർഷിപ്പിന് ഇതിലോട്ട് വരുമ്പോൾ ആകെ വ്യത്യാസം കാണുന്നത് എന്താ, ഇൻകം ടാക്സിൽ ത്രെഷോൾഡ് ലിമിറ്റ് ഒന്നും പാർട്ണർഷിപ്പിന് ആപ്ലിക്കബിൾ അല്ല. ടേൺ ഓവർ ഉണ്ട് ഇല്ലെങ്കിലും എല്ലാം നിർബന്ധമായിട്ട് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യണം. ചോദിച്ചോ അമീർ? ഞാൻ ഇതില് IT ഫയൽ ചെയ്യേണ്ടത് പാർട്ട്നേഴ്സിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടാണോ അതോ ഫേമിനാണോ? അല്ല, ഫേമിന്റെ പേരിൽ നമ്മൾ പുതിയൊരു പാൻ നമ്പർ എടുക്കുന്നുണ്ടല്ലോ, അപ്പൊ ഫേമിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത്. ഇൻഡിവിജ്വൽ പാർട്ട്നേഴ്സിന് വേറെ ഇതിന് ഇൻകോ എന്തെങ്കിലും കാണിക്കാനുണ്ടെങ്കിൽ അത് വേറെ നമ്മൾ ഫയൽ ചെയ്യണം. ഇപ്പം
എനിക്ക് ഈ ഒരു പാർട്ണർഷിപ്പിൽ സാലറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ സാലറി കാണിച്ച് ഞാൻ എന്റെ ഇൻഡിവിജ്വൽ ഇൻകം ടാക്സ് വേറെ തന്നെ ഫയൽ ചെയ്യണം. അത് നമുക്ക് സ്ലാബ് റേറ്റ് എല്ലാം എടുക്കാൻ പറ്റും. ഇത് വെച്ച് പാർട്ണർഷിപ്പിന്റെ പേരിൽ നമ്മൾ എടുത്തേക്കുന്ന പാനലിൽ ആ ഒരു പാർട്ണർഷിപ്പിന്റെ റിട്ടേൺ വേറെ ഫയൽ ചെയ്യണം. അപ്പൊ ശരിക്കും പറഞ്ഞാൽ എന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം, നമ്മുടെ എക്സാമ്പിളിൽ സഹലിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം, പാർട്ണർഷിപ്പ് ഫേമിന്റെ റിട്ടേൺ ഫയൽ ചെയ്യണം. 3 റിട്ടേൺ ആണ് ഫയൽ ചെയ്യേണ്ടി വരിക. ക്ലിയർ ആണോ അമീറെ? അപ്പൊ ഇതില് റേറ്റ് എങ്ങനെ വരിക? ടാക്സ് റേറ്റ് 30% ആണ്, ഫിക്സഡ് റേറ്റ് ആണ് വരിക. ഇനി പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയാണ് കണ്ടന്റ്സ് വരിക എന്നുള്ളത് നമുക്ക് നോക്കാം. പാർട്ട്നേഴ്സിന്റെ പേരും അഡ്രസ്സും, അതുപോലെ തന്നെ ആ ഫേം, അതായത് നമ്മൾ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന പാർട്ണർഷിപ്പിന്റെ പേര് വേണം. പിന്നെ നമ്മൾ നടത്തുന്ന എന്ത് ബിസിനസ് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫേം ഇൻകോർപ്പറേറ്റ് ചെയ്യുന്നത്, 2 പേരും എത്ര പാർട്ട്നേഴ്സ് ആണോ ഉള്ളത് അത്രയും പാർട്ട്നേഴ്സും എത്ര വെച്ചിട്ടാണ് ക്യാപിറ്റൽ കൊണ്ടുവരിക, ഈ പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്. ഇപ്പം ഞാനും സഹലും കൂടെ ചേർന്നിട്ട് ഒരു പാർട്ണർഷിപ്പ് ബിസിനസ് തുടങ്ങുമ്പോൾ നമ്മൾ 2 സെയിം എമൗണ്ട് ആയിരിക്കും മേ ബി കൊണ്ടുവന്നിട്ടുണ്ടാവുക. പക്ഷെ എന്ന് പറഞ്ഞിട്ട് സെയിം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ വേണം നിർബന്ധമില്ല. കാരണം ഞാൻ ബിസിനസ്സിൽ ഇൻവോൾവ് അല്ല, സഹൽ തന്നെ ഫുൾ ബിസിനസ് നോക്കി നടത്തുന്നുണ്ടെങ്കിൽ മേ ബി സഹലിനായിരിക്കും കൂടുതൽ പ്രോഫിറ്റ് ഷെയറിംഗ് വരിക, എനിക്ക് ചിലപ്പോൾ കുറവായിരിക്കും. ആ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ക്യാപിറ്റൽ കൊടുത്തത് മാത്രമേ ഉള്ളൂ. അപ്പൊ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് മാത്രമായിരിക്കും എനിക്ക് തരുന്നുണ്ടാവും. അപ്പം ക്യാപിറ്റലും പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും ഒരുപോലെ വരണമെന്ന് നിർബന്ധമില്ല, ഒരുപോലെ വരാതിരിക്കാം. അപ്പൊ പാർട്ണർഷിപ്പിന്റെ ക്യാപിറ്റൽ എങ്ങനെയാണ്, പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ എങ്ങനെയാണ്, ഇനി പാർട്ട്നേഴ്സിന് അവരുടെ ക്യാപിറ്റലിന് ഇൻട്രസ്റ്റ് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് എത്ര റേറ്റിലാണ്, പാർട്ട്നേഴ്സിന് സാലറി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ പുതിയതായിട്ടൊരു പാർട്ണർ അഡ്മിറ്റ് ചെയ്യണമെങ്കിൽ, അതുപോലെ ഒരു പാർട്ണർ റിട്ടയർഡ് ആയി പോണെങ്കിൽ അതിന്റെ കണ്ടീഷൻസ്, ഇനി ആരാണ്, ബാങ്ക് അക്കൗണ്ട് ഒക്കെ ഉണ്ടാവും, 2 പേരും കൂടെ ചേർന്നിട്ടാണോ അതല്ലെങ്കിൽ ഇൻഡിവിജ്വലി ആണോ, അതല്ലെങ്കിൽ ഒരാള് ആരെങ്കിലും നമ്മൾ ഓതറൈസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആരാണ് ഈ പറഞ്ഞ ബാങ്ക് അക്കൗണ്ട് എല്ലാം ഓപ്പൺ ചെയ്യേണ്ടത്, അതുപോലെ പല പല ആവശ്യങ്ങൾക്ക് വേണ്ടി സൈൻ ചെയ്യേണ്ട ആവശ്യം വരും. അപ്പൊ അതിൽ ആരാണ് സിഗ്നേറ്ററി അതോറിറ്റി വരും. ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ബിസിനസ് തുടങ്ങിയ സമയത്ത് GST രജിസ്ട്രേഷൻ എടുത്തിട്ടില്ല, ബിസിനസ് കുറച്ചായിട്ടാണോ ഒരു കുറച്ച് സമയത്ത് GST രജിസ്ട്രേഷൻ എടുക്കുമ്പോൾ അവിടെ ഒരാൾ സൈനിങ് അതോറിറ്റി ആയിട്ട് വേണം നമുക്ക്. അപ്പൊ അത് ആര് വേണമെന്നൊക്കെ ഈ പാർട്ണർഷിപ്പ് ഡീഡില് നോർമലി ആരാണ് സൈനിങ് അതോറിറ്റി എന്നൊക്കെ പറഞ്ഞു വെച്ചാലാണ് ആ ഒരു സമയത്ത് കൺഫ്യൂഷൻ ഉണ്ടാകാതിരിക്കുന്നത്. അപ്പൊ ഡിഫറെന്റ് സൈനിങ് അതോറിറ്റീസ് ആർക്കൊക്കെയാണ്, പിന്നെ എന്തെങ്കിലും ഒരു ഡിസ്പ്യൂട്ട് ഉണ്ടാകുവാണെങ്കിൽ എങ്ങനെയാണത്, ഡിസ്പ്യൂട്ട് റെസൊല്യൂഷൻ മെക്കാനിസം എന്താണ്, അതുപോലെ വേറെ എന്തെങ്കിലും നമ്മൾ തമ്മിൽ എഗ്രി ചെയ്ത ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ അതും. ഇത്രയും കുറച്ച് നിർബന്ധമായിട്ട് വേണ്ട കുറച്ച് ക്ലോസസ് ആണ്. ഇതല്ലാണ്ട് വേറെ നമ്മൾ തമ്മിൽ എന്തെങ്കിലും കണ്ടീഷൻസോ നമ്മൾ തമ്മിൽ എന്തെങ്കിലും ടേംസോ ഉണ്ടെങ്കിൽ അതെല്ലാം ഈ ഒരു പാർട്ണർഷിപ്പ് ഡീഡിൽ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ക്ലിയർ ആണോ നിങ്ങൾക്ക് പാർട്ണർഷിപ്പ് ഫേം? ഓക്കെ, അപ്പൊ നമ്മൾ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് കണ്ടു, പാർട്ണർഷിപ്പ് കണ്ടു, പാർട്ണർഷിപ്പിൽ തന്നെ പാർട്ണർഷിപ്പ് ഡീഡ് കണ്ടു. ഇനി അടുത്തത് നമ്മൾ എന്താ, അടുത്ത എന്താ നമ്മൾ പറഞ്ഞിരുന്നത്, അടുത്തത് നമ്മൾ പറഞ്ഞത് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണ് അല്ലേ. ഈ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും പാർട്ണർഷിപ്പും തമ്മിലുള്ള വ്യത്യാസം എന്താ? ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പും നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, ഒരെണ്ണം കോർപ്പറേറ്റ് ഫോമും ഒരെണ്ണം നോൺ കോർപ്പറേറ്റ് ഫോമും ആണ് അല്ലേ. പാർട്ണർഷിപ്പ് എന്ന് വെച്ചാൽ ലിമിറ്റഡ് ലയബിലിറ്റി ആണ്, ഒരെണ്ണം കോർപ്പറേറ്റ് ഫോമും ഒരെണ്ണം നോൺ കോർപ്പറേറ്റ് ഫോമും. മറ്റൊരു രജിസ്ട്രേഷൻ ഒന്നും കമ്പൽസറി അല്ല. പക്ഷെ നമ്മളൊരു ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഇൻകോർപ്പറേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്തിരിക്കണം. രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് ഫേംസിലല്ല, ഇത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ. നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യണ അതേ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ തന്നെയാണ് നമുക്ക് LLP ആണെങ്കിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത്. അപ്പം ലിമിറ്റഡ് ലയബിലിറ്റി, മറ്റടുത്ത് അൺലിമിറ്റഡ് ലയബിലിറ്റിയാണ്. പാർട്ണർഷിപ്പ് ആകുമ്പോൾ അൺലിമിറ്റഡ് ലയബിലിറ്റി, അവിടുന്ന് ലിമിറ്റഡ് ലയബിലിറ്റി എന്നുള്ള ആ ഒരു ബെനിഫിറ്റിലോട്ട് നമ്മൾ വരുമ്പോൾ നമുക്ക് അവിടെ കൂടുതൽ കംപ്ലയിൻസ് റിക്വയർമെന്റ്സ് എല്ലാം അഡീഷണൽ ആയിട്ട് കയറി വരും. കാരണം ആ ഒരു ലിമിറ്റഡ് ലയബിലിറ്റിയുടെ ബെനിഫിറ്റ് ഗവൺമെന്റ് അല്ലെങ്കിൽ നമുക്ക് കിട്ടുമ്പോൾ
ആ ഒരു ബെനിഫിറ്റ് നമ്മൾ മിസ്യൂസ് ചെയ്തിട്ടില്ല എന്നുള്ളത് എൻഷുർ ചെയ്യണം. അതുകൊണ്ട് തന്നെ നോൺ കോർപ്പറേറ്റ് ഫോംസിനേക്കാളും കംപ്ലയൻസ് റിക്വയർമെന്റ്സ് കൂടുതൽ കോർപ്പറേറ്റ് ഫോംസിനാണ്. കാരണം കോർപ്പറേറ്റ് ഫോംസിൽ എപ്പോഴും ലിമിറ്റഡ് ലൈബിലിറ്റി ആണ്. ആ ലിമിറ്റഡ് ലൈബിലിറ്റി മിസ്യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കൂടുതൽ എന്താ പറയാ കംപ്ലയൻസ് റിക്വയർമെന്റ്സ് കോർപ്പറേറ്റ് ഫോംസ് ഓഫ് എൻറ്റിറ്റീസിന് നമുക്ക് വരുന്നത്. ഇനി ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പിലോട്ട് വരുമ്പോൾ പാർട്ണർഷിപ്പ് പോലെ തന്നെ മിനിമം 2 എന്നുള്ളത് വ്യത്യാസമൊന്നുമില്ല. മാക്സിമം അവിടെ 50 എന്നുള്ള ഒരു ലിമിറ്റ് ഉണ്ടായിരുന്നു പാർട്ണർഷിപ്പിൽ. ഇവിടെ മാക്സിമം ഇല്ല, മാക്സിമം അൺലിമിറ്റഡ് ആണ്. പക്ഷെ മിനിമം 2 പേരെങ്കിലും വേണം, പാർട്ണർഷിപ്പ് അല്ലേ. അതുകൊണ്ട് തന്നെ മിനിമം 2 ആൾക്കാരെങ്കിലും വേണം എന്നുള്ളത് നിർബന്ധമാണ്. ഇനി ഇവിടുത്തെ പാർട്ട്നേഴ്സിന് പറയുന്നത്, ഇവിടെ പാർട്ട്നേഴ്സ് എന്ന് തന്നെയാണ് പറയുന്നത്. പാർട്ട്നേഴ്സ് കൂടാണ്ട് ഇവിടെ ഒരു ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറും കൂടെ വേണം. പാർട്ട്നേഴ്സ് ആണ് ഓണർഷിപ്പ് വരുന്നത് പാർട്ട്നേഴ്സിനാണ്. പാർട്ട്നേഴ്സ് ആണ് പൈസ, അതായത് ക്യാപിറ്റൽ കൊണ്ടുവരുന്ന ആൾക്കാരാണ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണർ എന്ന് വെച്ചാൽ ആ കമ്പനിയുടെ മാനേജ്മെന്റ് കൺട്രോൾ ഒക്കെ ഉള്ള ആൾ. അപ്പം അതിന്റെ ഇന്റേണലി ബിസിനസ് മാനേജ് ചെയ്യുന്ന ആൾക്കാരെയാണ് ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പൊ ഞാനും സഹലും തമ്മിൽ ചേർന്ന് ഉണ്ടാക്കിയ പാർട്ണർഷിപ്പ് ഒരു ലിമിറ്റഡ് ലൈബിലിറ്റി പാർട്ണർഷിപ്പ് ആണെന്ന് വിചാരിക്കുക. അതിനകത്ത് ഞാൻ ആക്റ്റീവ്ലി ഇൻവോൾവ് ഒന്നും അല്ല, സഹൽ ആക്റ്റീവ്ലി ഇൻവോൾവ് ആണ്. നമ്മൾ നേരത്തെ ഒരു എക്സാമ്പിൾ പറഞ്ഞത് സഹലിന് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആകാം, പക്ഷെ ഞാൻ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആകണമെന്ന് നിർബന്ധം ഇല്ല. എനിക്ക് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരാൾ എക്സ്റ്റേണലി പാർട്ണർ അല്ലാത്ത ഒരാൾ ശ്രീനാഥന് വേണമെങ്കിൽ നമുക്ക് അവിടെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആയിട്ട് അപ്പോയിന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പം ഞങ്ങൾ രണ്ടുപേരും ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആകണമെന്ന് നിർബന്ധമില്ല. പുറത്തുനിന്ന് ഒരാളെ കൊണ്ടുവന്ന് ഡെസിഗ്നേറ്റഡ് പാർട്ണറായിട്ട് അപ്പോയിന്റ് ചെയ്തിട്ട് ഈ ഒരു ബിസിനസ് മാനേജ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ചെയ്യാം. അപ്പൊ പാർട്ട്നേഴ്സ് ആണ് ഓണേഴ്സ് എന്ന് പറയുന്നത്. ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആരാ? ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആണ് ഈ ബിസിനസിന്റെ മാനേജ്മെന്റ്, ഈ ഒരു ബിസിനസിന്റെ ആക്ടിവിറ്റീസ് എല്ലാം മാനേജ് ചെയ്യുന്നത് ഈ ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സ് ആയിരിക്കും. പാർട്ട്നേഴ്സും ഡെസിഗ്നേറ്റഡ് പാർട്ട്നേഴ്സും വേണമെങ്കിൽ സെയിം ആൾക്കാരാകും. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പാർട്ട്നേഴ്സിന്റെ ഡെസിഗ്നേറ്റഡ് പാർട്ട്ണറായിട്ട് വേറൊരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി LLP നിർബന്ധമായിട്ട് രജിസ്റ്റർ ചെയ്യണം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന രജിസ്റ്റർ ഓഫ് കമ്പനീസിൽ തന്നെയാണ് ഈ LLP നമ്മൾ രജിസ്റ്റർ ചെയ്യുക. രജിസ്റ്റർ ചെയ്ത് കഴിയുമ്പം ROC ഒരു സർട്ടിഫിക്കറ്റ് ഓഫ് ഇൻകോർപ്പറേഷൻ ഇഷ്യൂ ചെയ്യും. പിന്നെ ഒരാൾക്ക് ഡെസിഗ്നേറ്റഡ് പാർട്ണർ ആകണമെങ്കിൽ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഐഡന്റിഫിക്കേഷൻ നമ്പർ എന്ന് പറയുന്ന ഒരു നമ്പർ വേണം. അതും നമ്മൾ ROCയിൽ അപ്ലൈ ചെയ്താലാണ് കിട്ടുക. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പാർട്ണർഷിപ്പിന്റെ ആപ്ലിക്കേഷൻ കൊടുക്കൽ DPI ഇല്ലാത്ത ഒരാളെ വെച്ചിട്ട് അപ്ലൈ ചെയ്യുവാണെങ്കിൽ ഓട്ടോമാറ്റിക്കലി അവർക്കൊരു DPI അലോട്ടായി കിട്ടും. ഇനി പാർട്ണർഷിപ്പിൽ നമ്മൾ എന്താ പറഞ്ഞ, ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം എന്ത് വേണമെന്ന് ഞാൻ പറഞ്ഞേ, ഞാനും സഹലും കൂടി ഇരുന്നിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു ബിസിനസ്സിന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, എങ്ങനെയൊക്കെ വേണം എന്നൊക്കെ തീരുമാനിച്ച് അത് റൈറ്റിങ്ങിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞില്ലേ. പാർട്ണർഷിപ്പിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് പാർട്ണർഷിപ്പ് ഡീഡാണ്. അതുപോലെ തന്നെയാണ് LLPയിലും LLP എഗ്രിമെന്റ് നമ്മൾ ഫസ്റ്റ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടാകണം. ഈ ഒരു എഗ്രിമെന്റ് വെച്ചിട്ടാണ് ബാക്കി നമ്മളുടെ രജിസ്ട്രേഷനും. പാർട്ണർഷിപ്പ് ഡീഡ് പോലെ തന്നെയാണ് ഇവിടെ LLP എഗ്രിമെന്റ് എന്ന് പറയുന്നത്. സെയിം പാർട്ണർഷിപ്പ് ഡീഡിന് സിമിലർ ആയിട്ടുള്ള, നമ്മളിപ്പോ കണ്ടന്റ്സ് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും പാർട്ണർഷിപ്പ് ഡീഡിൽ എന്തൊക്കെയാണോ ഉള്ളത് അതേ കാര്യങ്ങൾ തന്നെ. കാരണം രണ്ടും പാർട്ണർഷിപ്പ് അല്ലേ, അത് രണ്ടിനും സെയിം ടേംസ് വരും. അവിടെ പാർട്ണർഷിപ്പ് ഡീഡ് എന്ന് പറയും, ഇവിടെ LLPക്ക് LLP ഡീഡ് എന്ന് വേണമെങ്കിൽ പറയാം, അതല്ലെങ്കിൽ LLP എഗ്രിമെന്റ് എന്ന് വേണമെങ്കിൽ പറയാം. രണ്ടാണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇവിടെ നമുക്ക് ഫസ്റ്റ് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട ഡോക്യുമെന്റ് അവിടുത്തെ പോലെ തന്നെ ഇവിടെയും LLP ഡീഡാണ്. അപ്പൊ ആ ഒരു ഡീഡ് വെച്ചിട്ടാണ് നമ്മൾ രജിസ്ട്രേഷനും കാര്യങ്ങളും എല്ലാം എടുക്കുന്നത്. പിന്നെ ഇവിടെ സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ഉള്ളത് കൊണ്ട് തന്നെ ലയബിലിറ്റി ലിമിറ്റഡ് ആണ്. ഇനി LLP എഗ്രിമെന്റിന്റെ കണ്ടന്റ്സ് നിങ്ങൾ നോക്കിക്കേ, നിങ്ങൾ നേരത്തെ കണ്ട സെയിം തന്നെയായിരിക്കും. പാർട്ട്നേഴ്സിന്റെ പേര്, അഡ്രസ്സ്, ആ ഒരു ബിസിനസിന്റെ പേര്, എന്ത് ബിസിനസ് ആണ് നമ്മൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്, ക്യാപിറ്റൽ ഷെയറിങ്, പ്രോഫിറ്റ് ഷെയറിങ്, പാർട്ട്നേഴ്സിന്റെ സാലറി, ഇൻട്രസ്റ്റ്, അഡ്മിഷൻ ആൻഡ് റിട്ടയർമെന്റ്, കണ്ടീഷൻ ഫോർ ഓപ്പറേഷൻ ഓഫ് ബാങ്ക് അക്കൗണ്ട്സ്, സൈനിങ് അതോറിറ്റി, മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഡിസൊല്യൂഷൻ ആൻഡ് ഡിസ്പ്യൂട്ട് റെലവന്റ് മാറ്റേഴ്സ്. അപ്പൊ സെയിം സാധനങ്ങൾ തന്നെയാണ്. ഡീഡിനകത്തൊന്നും വ്യത്യാസമില്ല. പക്ഷെ നമ്മൾക്ക് ബാക്കിയുള്ള രജിസ്ട്രേഷൻ പ്രോസസ്സ് വേറെ കംപ്ലയിൻസ് റിക്വയർമെന്റ്സിലൊക്കെയാണ് നമുക്ക് മെയിൻ ആയിട്ട് വ്യത്യാസം വരിക. ഇനി കംപ്ലയിൻസ് റിക്വയർമെന്റ്സിലോട്ട് നമുക്കൊന്ന് പോയി നോക്കാം. ESI, GST, EPF എല്ലാം സെയിം ആണ്. നമ്മൾ സോൾ പ്രൊപ്രൈറ്റർഷിപ്പിലും കണ്ടു, പാർട്ണർഷിപ്പിലും കണ്ടു, സെയിം തന്നെയാണ് ഇവിടെ ആപ്ലിക്കബിൾ ആകുക. ഇനി
LLPയിലോട്ട് വരുമ്പോഴും ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി. നിങ്ങൾക്ക് ടേൺ ഓവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എല്ലാം നിങ്ങൾ നിർബന്ധമായിട്ടും ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കണം. ടാക്സ് ഓഡിറ്റിന്റെ ലിമിറ്റിനകത്ത് വ്യത്യാസമൊന്നുമില്ല. ഇവിടെയും ടാക്സ് ഓഡിറ്റിന്റെ ലിമിറ്റ് പ്രൊഫഷണൽ ബിസിനസ് ആണെങ്കിൽ 50, നോൺ പ്രൊഫഷണൽ ബിസിനസ് ആണെങ്കിൽ 1 കോടി, 5% താഴെയാണ് ക്യാഷ് ട്രാൻസാക്ഷൻ എങ്കിൽ ഈ 50 ഒന്നും ഒക്കെ മാറി നമുക്ക് 10 കോടി വരെ ടാക്സ് ഓഡിറ്റ് മാൻഡേറ്ററി അല്ല. അതിനകത്തൊന്നും വ്യത്യാസമില്ല. ഇൻകം ടാക്സ് റിട്ടേൺ നമ്മളുടെ പാർട്ണർഷിപ്പ് ഫേം പോലെ തന്നെയാണ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന് വരിക. ഇൻ GSTR 9(9)C വ്യത്യാസമൊന്നുമില്ല. ഇനി ഞാൻ പറഞ്ഞു നമുക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി ആയതുകൊണ്ട് തന്നെ കംപ്ലയൻസ് റിക്വയർമെന്റ്സ് കൂടുതൽ വരും. രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. രജിസ്ട്രേഷൻ റിക്വയർമെന്റ് കമ്പൽസറി ആയിട്ട് വരുന്നുണ്ട് ഇവിടെ. ഇനി രജിസ്റ്റർ ചെയ്ത് നമ്മളൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു, ബിസിനസ്സിനകത്ത് ടേൺ ഓവർ വന്നു തുടങ്ങി എന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ LLP ആക്ട് പ്രകാരം ഓഡിറ്റ് നമുക്ക് ചെയ്യേണ്ടി വരും. ഓഡിറ്റിന്റെ കണ്ടീഷൻസ് നോക്കിക്കേ. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 ലക്ഷം ക്രോസ് ചെയ്യുന്നു. അതല്ല എന്നുണ്ടെങ്കിൽ ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് LLP ആക്ട് പ്രകാരം ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. അപ്പം നമ്മളുടെ ഒരു എക്സാമ്പിൾ, എനിക്കൊരു LLP ഉണ്ട്. LLPയുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 20 ലക്ഷമാണ്, ടേൺ ഓവർ 30 ലക്ഷം. ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണോ? യെസ് ഓർ നോ പറയാമോ? യെസ് ആണെങ്കിൽ തംസ് അപ്പ്, നോ ആണെങ്കിൽ തംസ് ഡൗൺ ഇട്ടാലും മതി. ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 20 lakhs, ടേൺ ഓവർ 30 lakhs. ആരോ തംസ് അപ്പ് ഇട്ടായിരുന്നു? ആപ്ലിക്കബിൾ അല്ല. കാരണം 25 ലക്ഷത്തിൽ താഴെയാണല്ലോ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ, 40 ലക്ഷത്തിൽ താഴെയാണ് ടേൺ ഓവർ. ഇനി അടുത്തൊരു എക്സാമ്പിളില് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 30 ലക്ഷം, ടേൺ ഓവർ 30 ലക്ഷം. അപ്പൊ ആപ്ലിക്കബിൾ ആണോ? 30 ലക്ഷം വെച്ചിട്ട്. യെസ് ഓർ നോ? നോ പറയുന്ന ആരുമില്ല? യെസ് തന്നെ പറയുന്നത്. ആപ്ലിക്കബിൾ ആണ്. കാരണം ഇതിൽ ഓറിട്ടാണ് കണ്ടീഷൻ കൊടുത്തിരിക്കുന്നത് അല്ലെ. ഒന്നെങ്കിൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 ലക്ഷം ക്രോസ് ചെയ്യണം, അതല്ലെങ്കിൽ ടേൺ ഓവർ 40 ലക്ഷം ക്രോസ് ചെയ്യണം. ഇതിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ തന്നെ നമുക്ക് ഓഡിറ്റ് ആപ്ലിക്കബിൾ. അപ്പൊ ഈ ഒരു നമ്മളിപ്പോ പറഞ്ഞ എക്സാമ്പിളിൽ നമ്മളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 30 ലക്ഷമായി, അപ്പൊ 25 ലക്ഷം ക്രോസ് ചെയ്തു. അപ്പൊ ടേൺ ഓവർ ക്രോസ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ആപ്ലിക്കബിൾ ആണ്. ഇനി അടുത്തത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 20 ഉള്ളൂ, പക്ഷെ എന്റെ ടേൺ ഓവർ 50 ലക്ഷം ഉണ്ട്. അപ്പോഴോ ആപ്ലിക്കബിൾ ആണോ? അല്ലേ? അപ്പോഴും നമുക്ക് ഓഡിറ്റ് ആപ്ലിക്കബിൾ ആണ്. അപ്പം LLP ആക്ട് പ്രകാരം ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്നത് നമ്മളുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ 25 ലക്ഷം, അതുപോലെ ടേൺ ഓവർ 40. ഒരു GST രജിസ്ട്രേഷൻ ഒക്കെ ഉള്ള ഒരു ഫേം ആകുമ്പോൾ തന്നെ എന്തായി? ഓഡിറ്റ് ആപ്ലിക്കബിൾ ആയി. അപ്പൊ ഈ 40 ലക്ഷം എന്നൊക്കെ പറയുന്നത് ചെറിയൊരു ടേൺ ഓവർ അല്ലെ. ഇനി ഓഡിറ്റ് ആപ്ലിക്കബിൾ ആകുന്ന ആൾക്കാർ എല്ലാവരും തന്നെ എല്ലാ വർഷവും ഇയർ എൻഡ് കഴിഞ്ഞ് വരുന്ന മെയ് 30-ാം തീയതി ഫോം 11 ഒരു ആനുവൽ റിട്ടേൺ ഫയൽ ചെയ്യണം. അതുപോലെ തന്നെ ഒക്ടോബർ 30 ആകുമ്പോഴത്തേക്കും ഒരു ഫോം 8 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഫയൽ ചെയ്തിരിക്കണം. അപ്പം എല്ലാ വർഷവും 2 ഫോംസ് ആണ് എക്സ്ട്രാ. അതായത് നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതിൽ നിന്ന് വ്യത്യസ്തമായി നമ്മൾ MCAയുടെ സൈറ്റിലാണ്, മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ സൈറ്റിലാണ് ഈ 2 ഫോംസ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അപ്പൊ LLP എല്ലാ വർഷവും ഫയൽ ചെയ്യേണ്ട 2 ഫോംസ് ആണ്. ഫോം 11 ആനുവൽ റിട്ടേൺ, അത് മെയ് 30-നുള്ളിൽ ഫയൽ ചെയ്യണം. അതുപോലെ ഫോം 8 ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മാർച്ച് 30 കഴിഞ്ഞു വരണം, മാർച്ച് 31 കഴിഞ്ഞു വരണം. ഒക്ടോബർ 30-ാം തീയതി ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും ഫയൽ ചെയ്യണം. മെയ് 30 ആകുമ്പോഴത്തേക്ക് ഒരു ആനുവൽ റിട്ടേണും ഫയൽ ചെയ്യണം. അപ്പൊ ഇത്രയാണ് നമുക്കൊരു പാർട്ണർഷിപ്പ്, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ആണെങ്കിൽ ആപ്ലിക്കബിൾ ആകുന്ന ഡിഫറെന്റ് കംപ്ലയിൻസ് റിക്വയർമെന്റ്സ്. ക്ലിയർ ആണോ നിങ്ങൾക്ക് ഇത്? ടേൺ ഓവർ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷനിലൊന്നും ഡൗട്ട് ഇല്ലല്ലോ അല്ലേ? ഓക്കെ. ഇനി നമ്മൾ ഒരു ടൈപ്പ് ഓഫ് എൻറ്റിറ്റി കൂടെ ആദ്യം കണ്ടിരുന്നു. എന്തായിരുന്നു അത്? എന്താ? നമ്മളിപ്പോ സോൾ പ്രൊപ്പറേറ്റർഷിപ്പ് പറഞ്ഞു, പാർട്ണർഷിപ്പ് പറഞ്ഞു, പിന്നെന്താ LLP പറഞ്ഞു. ഇനി ഒന്നും കൂടെ ഉണ്ടായിരുന്നു. ഏതാ? കമ്പനി. ഓക്കെ. അപ്പം ഇനി കമ്പനിയിലോട്ട് പോകുമ്പോൾ എങ്ങനെയാ? ഇപ്പം നമ്മളിപ്പം കണ്ടിട്ടുള്ളത് വെച്ച് ഇനിയിപ്പോ ഏറ്റവും കുറച്ചും കൂടെ കൂടുതൽ വരാൻ പോകുന്നത് കമ്പനീസിനാണ്. കമ്പനീസിനകത്ത് ഓണേഴ്സിനെ പറയുന്ന പേരെന്താ? ഷെയർ ഹോൾഡേഴ്സ്. കമ്പനിയിൽ ഷെയർ പർച്ചേസ് ചെയ്തിട്ടുള്ള ആൾക്കാർ, അതായത് കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ് ഷെയർ ഹോൾഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സ് ആണ് കമ്പനിയുടെ ഓണേഴ്സ് എന്ന് പറയുന്നത്. പക്ഷെ മാനേജ്മെന്റ് കൺട്രോൾ ചെയ്യുന്നത് ആരാ?
നമ്മൾ കുറച്ച് LLPയുടെ എക്സാമ്പിൾ ആരായിരുന്നു? ഡെസിഗ്നേറ്റഡ് പാർട്ണേഴ്സ് ആയിരുന്നു മാനേജ്മെന്റ്, കമ്പനിയുടെ മാനേജ്മെന്റ്, LLPയുടെ മാനേജ്മെന്റ്. അതുപോലെ കമ്പനിയിലോട്ട് വരുമ്പോൾ അതിന്റെ മാനേജ്മെന്റ് കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ആൾക്കാർ പറയുന്ന പേരാണ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് കേട്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ നിങ്ങൾ? അപ്പൊ കമ്പനിയുടെ ഡയറക്ടേഴ്സ് ആണ് കമ്പനിയുടെ കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്തു പോകുന്നത്. അപ്പൊ ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ഡയറക്ടർ ആകാതിരിക്കാം. അപ്പൊ എല്ലാ കമ്പനിയിലും ഡയറക്ടേഴ്സും ഷെയർ ഹോൾഡേഴ്സും സെയിം ആൾക്കാരാകണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചെറിയ കമ്പനി, ഇപ്പം പ്രൈവറ്റ് കമ്പനി 2-3 ഷെയർ ഹോൾഡേഴ്സ് അവർ തന്നെ ഫുള്ളി ബിസിനസ്സിലൊക്കെ ഇൻവോൾവ് ആണെന്നുണ്ടെങ്കിൽ അവർ തന്നെ ഡയറക്ടേഴ്സ് ആകാറുണ്ട്. നേരെ മറിച്ച് നിങ്ങളൊരു വലിയൊരു പബ്ലിക് കമ്പനി എടുക്കുക, ലിസ്റ്റഡ് കമ്പനീസ്, നിങ്ങൾ ആരെങ്കിലും ഷെയർ പർച്ചേസ് ഷെയർ ഹോൾഡിംഗ് ഒക്കെ ഉള്ളവരുണ്ടോ? അപ്പൊ നിങ്ങൾ ഏതോ ഒരു കമ്പനിയുടെ ഷെയർ ഹോൾഡർ ഒക്കെ ആയിരിക്കും ഷെയർ ട്രേഡിംഗ് ചെയ്യുന്നവരാണെങ്കിൽ. പക്ഷെ നിങ്ങൾ എന്നും പറഞ്ഞിട്ട് അവിടെ ഡയറക്ടർ ആണോ? അല്ല. അപ്പം ഷെയർ ഹോൾഡേഴ്സ് അപ്പോയിന്റ് ചെയ്യുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ്. ഡയറക്ടേഴ്സ് ആയിരിക്കും ആ കമ്പനിയുടെ മാനേജ്മെന്റ് ബിസിനസ് എല്ലാം റൺ ചെയ്യുന്നത്. അത് ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ഡയറക്ടർ ആകാം, പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് തന്നെ ആകണം നിർബന്ധമൊന്നുമില്ല. വേറെ ആൾക്കാരെ ഷെയർ ഹോൾഡേഴ്സിന് അപ്പോയിന്റ് ചെയ്യുന്നത് പക്ഷെ ഷെയർ ഹോൾഡേഴ്സ് ആണ്. അത് ക്ലിയർ അല്ലേ നിങ്ങൾക്ക്? ഷെയർ ഹോൾഡേഴ്സ് ആരാ, ഡയറക്ടേഴ്സ് ആരാ? ഷെയർ ഹോൾഡേഴ്സും ഡയറക്ടേഴ്സും സെയിം ആകാം, അല്ലാതിരിക്കാം. ഓക്കെ. ഇനി കമ്പനിയിൽ വരുമ്പോഴും പാൻ നമ്പർ വേറെ വേണം എന്നുള്ളത് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ട് പുതിയത് നമ്മൾ കമ്പനിയുടെ പേരിൽ എടുക്കണം. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഈ കമ്പനീനെ രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുന്നത് രജിസ്ട്രാർ ഓഫ് കമ്പനീസിലാണ്. നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ നിർബന്ധമായിട്ടും ഒരു കമ്പനീനെ രജിസ്റ്റർ ചെയ്യണം. നമ്മൾ രജിസ്ട്രാർ ഓഫ് കമ്പനീസിൽ രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് തന്നെ ഓട്ടോമാറ്റിക്കലി നമുക്ക് പാൻ, ടാൻ, ESI, EPF എല്ലാം ഓട്ടോമാറ്റിക്കലി അലോട്ടായി കിട്ടും. അതിനകത്ത് ടാനും പാനും എല്ലാം നമുക്ക് ആദ്യം മുതൽ യൂസ് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞ ESI, PF നമ്മുടെ എംപ്ലോയിയുടെ ടേൺ ഓവർ ആ ഒരു പർട്ടിക്കുലർ നമ്പർ ക്രോസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ESI നമ്പറും PF നമ്പറും ഓട്ടോമാറ്റിക്കലി നമ്മൾ കമ്പനി രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ കിട്ടും. ആ ഒരു നമ്പർ തന്നെ വെച്ചിട്ട് നമുക്ക് നാളെ ESI, PS ഒക്കെ ആക്ടിവേറ്റ് ചെയ്ത് എടുത്താൽ മതി. അത് നോർമലി ഇപ്പൊ ഒരു കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പാൻ, ടാൻ, ESI, EPF ഇതിന്റെ എല്ലാത്തിന്റെ രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക്കലി ഈ കമ്പനി രജിസ്ട്രേഷന്റെ കൂടെ തന്നെ ആകുന്നുണ്ട്. ഇപ്പൊ നോർമലി ഒരു കമ്പനി രജിസ്റ്റർ ചെയ്യുമ്പോൾ അങ്ങനെയാ വരുന്നത്. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് GST രജിസ്ട്രേഷൻ എടുക്കണമെങ്കിൽ വേണമെങ്കിൽ ഇതിന്റെ കൂടെ എടുക്കാനുള്ള ഓപ്ഷനും ഉണ്ട്. അതല്ലാന്നുണ്ടെങ്കിൽ ഇത് കഴിഞ്ഞിട്ട് സെപ്പറേറ്റ് എടുക്കാം. ഇനി കമ്പനീസിലോട്ട് വരുമ്പോൾ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധം ആണ്. ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നിർബന്ധമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. കമ്പനീസിന് അതുപോലെ ഓഡിറ്റ് നിർബന്ധമായിട്ട് എല്ലാ കമ്പനീസും ആപ്ലിക്കബിൾ. അതുകൊണ്ട് തന്നെ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ഉണ്ടെങ്കിൽ അതിൽ ഓഡിറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് തന്നെ കമ്പനി ആണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി നമ്മൾ പഠിച്ചു. ഇനി ഇതിനകത്ത് വേറൊരു കാര്യമുള്ളത്, കമ്പനീസ് ആണെങ്കിൽ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ്. അത് ഫിസിക്കൽ ആകാം, ഇലക്ട്രോണിക് ആകാം. അതിനകത്ത് ഇപ്പൊ ഫിസിക്കലേ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ ഇലക്ട്രോണിക്കേ പറ്റത്തുള്ളൂ അങ്ങനെ കമ്പൽഷൻ ഒന്നുമില്ല. ഇപ്പൊ പക്ഷെ ഫിസിക്കലി കീപ്പ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല. എല്ലാവരും തന്നെ എങ്ങനെയാ ഇലക്ട്രോണിക് ആയിട്ടാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇലക്ട്രോണിക് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ ഒരു ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി നിർബന്ധമായിട്ട് നമ്മളുടെ സോഫ്റ്റ്വെയറിൽ വേണം എന്നുള്ളത് പറയുന്നുണ്ട്. എന്താ ഈ ഓഡിറ്റ് ട്രയൽ എന്ന് അറിയാവോ? ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി എന്താണെന്നുള്ളത് അറിയാമോ? കേട്ടിട്ടുണ്ടോ നിങ്ങൾ ഈ ഒരു വേർഡ്? ടാലിയിലും സോഹോയിലും ഒക്കെ മേ ബി കേട്ടിട്ടുണ്ടാകണം. കേട്ടിട്ടില്ല? പേര് പോലും കേട്ടിട്ടില്ല? നിങ്ങളുടെയൊക്കെ ഫേസ് കാണുമ്പോൾ ആദ്യമായിട്ട് കേൾക്കും പോലെയാണല്ലോ. ഓഡിറ്റ് ട്രയൽ എന്ന് കേട്ടിട്ടില്ല നിങ്ങൾ? എഡിറ്റ് ലോഗ്. ഓഡിറ്റ് ട്രയൽ എന്ന് വെച്ചാൽ എഡിറ്റ് ലോഗ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഒരു ടാലിയിൽ ആരൊക്കെ ഇപ്പം എന്തുകൊണ്ടാണ് നമ്മളിപ്പം ഒരു കമ്പനിയിൽ ഒരു സീനിയർ അക്കൗണ്ടന്റ് ഉണ്ട്, ഒരു ഫിനാൻസ് മാനേജർ ഉണ്ട്, 2 ജൂനിയർ അക്കൗണ്ടന്റുമാരുണ്ടെന്ന് അസ്യൂം ചെയ്യാം. എല്ലാവർക്കും ഒരു ലോഗിൻ ആയിരിക്കുമോ? അല്ല, എല്ലാവർക്കും സെപ്പറേറ്റ് ലോഗിൻ കൊടുക്കുന്നുണ്ടാവും. അപ്പം ആര് എപ്പം ആ ഒരു അക്കൗണ്ടിങ് സോഫ്റ്റ്വെയറിൽ എന്ത് എൻട്രി ഇട്ടിട്ടുണ്ട്, ആരെങ്കിലും ഇട്ട എൻട്രി വേറൊരാൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് അറിയാൻ പറ്റും. ആ ഒരു ഫെസിലിറ്റിനെ പറയുന്ന പേരാണ് ഓഡിറ്റ് ട്രയൽ എന്ന് പറയുന്നത്. അപ്പം ഒരു നമ്മൾ ഇലക്ട്രോണിക് ഫോമിലാണ് ബുക്സ് ഓഫ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനീസിന്റെ കേസിൽ എഡിറ്റ് ലോഗ് ഉള്ള സോഫ്റ്റ്വെയർ വേണം എന്നുള്ളത് നിർബന്ധം. അപ്പൊ നമ്മൾ വർക്ക് ചെയ്യാൻ പോകുന്ന ഒരു കമ്പനിയിൽ ഒരു കസ്റ്റമൈസ്ഡ് ആയിട്ട് ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്യുക. ഇപ്പൊ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ബിസിനസ് ചെയ്യുന്നത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനി ആണെന്ന് വിചാരിക്കുക. അപ്പൊ കൺസ്ട്രക്ഷൻ കമ്പനിക്ക് എന്താ നടക്കുന്നത്? അവർക്ക് പല സൈറ്റ് ഉണ്ടാവും. ഓരോ സൈറ്റിലും കുറെ വർക്കുകൾ നടക്കുന്നുണ്ടാവും അല്ലെ? അപ്പം
ആ സൈറ്റിന്റെ കോസ്റ്റിംഗ് ഒക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സോഫ്റ്റ്വെയർ ഇന്റേണലി അവർക്കുണ്ടെന്ന് അസ്യൂം ചെയ്യാം. അവരുടെ പർച്ചേസ് റിസോഴ്സസിനും എല്ലാത്തിനും വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഉണ്ട്. അപ്പം അതിൽ തന്നെ ഒരു അക്കൗണ്ടിങ് മൊഡ്യൂൾ ഉണ്ട്. അപ്പൊ ആ ഒരു അക്കൗണ്ടിങ് മൊഡ്യൂളിലോട്ടാണ് നമ്മൾ ഈ പറഞ്ഞ ബുക്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് ആ ഒരു സോഫ്റ്റ്വെയർ തന്നെ നമ്മൾ യൂസ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അത്തരം സോഫ്റ്റ്വെയർ ഒക്കെ വരുമ്പോൾ നമ്മൾ എൻഷുർ ചെയ്യേണ്ട ഒരു കാര്യമാണ് നമ്മൾ കമ്പനി ആയിട്ടാണോ ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു സോഫ്റ്റ്വെയറിന്റെ ഉള്ളിൽ ഈ പറഞ്ഞ ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി ഉണ്ടെന്നുള്ളത് നമ്മൾ എൻഷുർ ചെയ്യണം. അതല്ലാന്നുണ്ടെങ്കിൽ നാളെ ഓഡിറ്റ് ഒക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഓഡിറ്റേഴ്സ് വന്നിട്ട് അവർ റിപ്പോർട്ട് ചെയ്യും ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ. അപ്പൊ ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇപ്പം എന്തെങ്കിലും ഇപ്പം ബുക്സ് ഓഫ് അക്കൗണ്ട്സ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും നമ്മൾ എഡിറ്റ് ചെയ്തിട്ടുണ്ടോ, അതല്ലെങ്കിൽ ഒറിജിനലി ഒരു ട്രാൻസാക്ഷൻ നമ്മളത് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും കള്ളത്തരങ്ങൾ അല്ലെങ്കിൽ തിരിമറികൾ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ എന്നുള്ളത് അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഒരു ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി വെക്കുന്നത്. ഇപ്പൊ ഓൾറെഡി ഒരു ട്രാൻസാക്ഷൻ കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്തിരുന്നതാണ്, നാളെ അത് വേറൊരാൾ കയറിയിട്ട് അത് എഡിറ്റ് ചെയ്ത് എന്തെങ്കിലും തിരിമറി കാണിക്കുവാണെങ്കിൽ അത് കറക്റ്റ് ആയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി വേണം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ബാക്ക് ഡേറ്റിൽ എൻട്രി ഇട്ടാലും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി അതാണ് കമ്പനിക്ക് എപ്പോഴും അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ ചൂസ് ചെയ്യുമ്പോൾ ഓഡിറ്റ് ട്രയൽ ഫെസിലിറ്റി ഉള്ള അക്കൗണ്ടിങ് സോഫ്റ്റ്വെയർ വേണം ചൂസ് ചെയ്യാൻ. അപ്പൊ ഒരു അക്കൗണ്ടന്റ് എന്നുള്ള നിലയിൽ അത് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കണം. ഇനി കമ്പനീസ് തന്നെ ഡിഫറെന്റ് ടൈപ്സ് ഉണ്ട്. 1% കമ്പനി, പ്രൈവറ്റ് കമ്പനി, പബ്ലിക് കമ്പനി. 1% കമ്പനി ഞാൻ പറഞ്ഞു, എനിക്കിപ്പോ ഒരു ഒറ്റയ്ക്ക് ഒരു ബിസിനസ് തുടങ്ങണമെങ്കിൽ വേണമെങ്കിൽ സോൾ പ്രൊപ്പറേറ്റർ ആയിട്ട് തുടങ്ങാം. അതല്ല എനിക്ക് സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റിയുടെ ബെനിഫിറ്റ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, അതൊരു കമ്പനി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാം. അപ്പോൾ കമ്പനി ആയിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യുമ്പോൾ ഒരു ഷെയർ ഹോൾഡർ ഉണ്ടാവത്തുള്ളൂ, ഞാൻ മാത്രം. പിന്നെ അതുപോലെ ഞാൻ ഒരു ഡയറക്ടറെ കൂടെ അവിടെ അപ്പോയിന്റ് ചെയ്യണം. ഇനി പ്രൈവറ്റ് കമ്പനിയിലോട്ട് വരുമ്പോൾ പ്രൈവറ്റ് കമ്പനിയാണ് നമ്മൾ നോർമലി കാണുന്ന പല നമ്മുടെ ചുറ്റുപാടുള്ള കമ്പനീസും പ്രൈവറ്റ് കമ്പനി ആയിട്ടായിരിക്കും ഇൻകോർപ്പറേറ്റ് ചെയ്തേക്കുക. അവിടെ മിനിമം 2 ഷെയർ ഹോൾഡേഴ്സ് വേണം, മാക്സിമം 200 പേരെ വരെ ഷെയർ ഹോൾഡേഴ്സ് ആക്കാം. അതുപോലെ 2 പേരെങ്കിലും ഡയറക്ടർ ആയിട്ട് ഉണ്ടാകണം. ഇനി പബ്ലിക് കമ്പനിയിലോട്ട് വരുമ്പോൾ മിനിമം 7 ഷെയർ ഹോൾഡർ എങ്കിലും വേണം ഒരു പബ്ലിക് കമ്പനി ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പർ ലിമിറ്റ് ഇല്ല, എത്ര പേർക്ക് വേണമെങ്കിലും ഷെയർ ഹോൾഡർ ആകാം. ഇവിടെ ഡയറക്ടേഴ്സ് വേണ്ടത് മിനിമം 3 ആൾക്കാരാണ്. അപ്പം നമ്മളൊരു പ്രൈവറ്റ് കമ്പനിയിൽ വർക്ക് ചെയ്യുവാണെങ്കിൽ അവിടെ 2 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. മിനിമം 2 ആണ്, 2 കൂടുതൽ ഉണ്ടെങ്കിലും കുഴപ്പമില്ല, മിനിമം 2 പേരുണ്ടായാൽ മതി. അതുപോലെ ഡയറക്ടേഴ്സ് മിനിമം 2 പേരെങ്കിലും ഉണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തണം. പബ്ലിക് കമ്പനി ആണെങ്കിൽ 7 ഷെയർ ഹോൾഡേഴ്സ് വേണം, 3 ഡയറക്ടർ വേണമെന്ന് പറയുമ്പോൾ 5 ഡയറക്ടർ ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, കൂടുതലായാൽ കുഴപ്പമില്ല. ആ ഒരു പർട്ടിക്കുലർ നമ്പറിന് താഴോട്ട് പോകാതിരുന്നാൽ മാത്രം മതി. ഇപ്പൊ ഏതെങ്കിലും ഒരു ഡയറക്ടർ റിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് പകരം നമ്മൾ വേറൊരു ഡയറക്ടർ കയറ്റിയിട്ടുണ്ടാകണം. നമ്മുടെ ആ ഒരു മിനിമം നമ്പേഴ്സ് നമ്മൾ എപ്പോഴും കീപ്പ് ചെയ്യണം. ഇനി കംപ്ലയിൻസ് റിക്വയർമെന്റ്സിലോട്ട് വരുമ്പോൾ ഓൾമോസ്റ്റ് സിമിലർ ആണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചതൊക്കെ. GST, ESI, PF സെയിം. ഇൻകം ടാക്സ് റിട്ടേൺ മാൻഡേറ്ററി ആണ്, ഒരു എക്സംഷനും ഇല്ല. ടാക്സ് ഓഡിറ്റ് ആപ്ലിക്കബിലിറ്റി സെയിം ആണ്. GSTR 9, 9C സെയിം തന്നെയാണ്. ഇനി വ്യത്യാസം വരുന്നത് നമ്മൾ LP-യിൽ ഒരു എന്താ പറയുക, ഒരു ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ അതുപോലെ ഒരു ടേം ലിമിറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കമ്പനീസിന്റെ കേസിലോട്ട് വരുമ്പോൾ അങ്ങനെയൊന്നുമില്ല. എല്ലാ കമ്പനീസും നിർബന്ധമായിട്ടും കമ്പനീസ് ആക്ട് പ്രകാരം ഓഡിറ്റ് ചെയ്തിരിക്കണം. ഇനി അതുപോലെ തന്നെ എല്ലാ കമ്പനീസിനും ഫയൽ ചെയ്യേണ്ട 2 ഫോംസ് ഉണ്ട്. AOC 4, MGT 7. ഈ AOC 4, MGT 7 ഫയൽ ചെയ്യുന്നതിന് മുന്നേ എല്ലാ കമ്പനീസും ഈ വർഷം എൻഡ് ചെയ്ത് അടുത്ത സെപ്റ്റംബർ 30 ഒരു ആനുവൽ ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. നോർമലി ഒരു കമ്പനി ആകുമ്പോൾ 2 ടൈപ്പ് ഓഫ് മീറ്റിംഗ് ഉള്ളത്, ജനറൽ മീറ്റിംഗും അതുപോലെ തന്നെ ഡയറക്ടേഴ്സ് മീറ്റിംഗും. ഡയറക്ടേഴ്സ് ബോർഡ് മീറ്റിംഗും ജനറൽ മീറ്റിംഗ്. ബോർഡ് മീറ്റിംഗ് എന്ന് വെച്ചാൽ എന്താ, ഡയറക്ടേഴ്സിന്റെ മീറ്റിംഗ് ആണ് ബോർഡ് മീറ്റിംഗ് എന്ന് പറയും. ബോർഡ് മീറ്റിംഗ് വർഷം മിനിമം 4 എണ്ണമെങ്കിലും ഉണ്ടായിരിക്കണം, ഓരോ ക്വാർട്ടറിൽ ഒരെണ്ണം വെച്ച്. ജനറൽ മീറ്റിംഗ് കമ്പൽസറി ആയിട്ട് വേണ്ടത് ഒരെണ്ണമാണ്. എല്ലാ വർഷവും ഇയർ എൻഡ് കഴിഞ്ഞ് അടുത്ത വരുന്ന സെപ്റ്റംബർ 30 നമ്മളുടെ ഓഡിറ്റിന്റെ റിപ്പോർട്ടും എല്ലാം കൂടെ സബ്മിറ്റ് ചെയ്ത് ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണ് ഈ ജനറൽ മീറ്റിംഗ് എന്ന് പറയാം. അപ്പൊ ഇയർലി 1 ജനറൽ മീറ്റിംഗ് നിർബന്ധമായിട്ട് നടത്തണം ആസ് പെർ ആക്ട്. ഇനി അതല്ല നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇൻ ബിറ്റ്വീൻ നടത്താനുള്ള കാര്യമാണ്, അപ്പൊ അതിന് ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ എടുക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പോൾ ഒരു ജനറൽ മീറ്റിംഗ് കണ്ടക്ട് ചെയ്യേണ്ടി വരും. ആ ജനറൽ മീറ്റിംഗിന്റെ പേരാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. അപ്പൊ ബോർഡ് മീറ്റിംഗും ജനറൽ മീറ്റിംഗും, ബോർഡ് എന്ന് വെച്ചാൽ ഡയറക്ടേഴ്സിന്റെ ആണ്, ജനറൽ മീറ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന്റെ ആണ്. ബോർഡ് മീറ്റിംഗ് 4 എണ്ണം വേണം, ഷെയർ ഹോൾഡേഴ്സ് മീറ്റിംഗ് ഒരെണ്ണമാണ് കമ്പൽസറി.
പക്ഷെ നമുക്ക് ഷെയർ ഹോൾഡേഴ്സിന്റെ അപ്രൂവൽ എടുക്കേണ്ട എന്തെങ്കിലും ഒരു ഐറ്റം നമ്മൾ ഡീൽ ചെയ്യുന്നുണ്ട്, ഇൻ ബിറ്റ്വീൻ നമുക്ക് വേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പം വീണ്ടും ഒരു ജനറൽ മീറ്റിംഗ് നടത്തുന്നതിന് കുഴപ്പമില്ല. അപ്പൊ അത് തന്നെ പറയുന്ന പേരാണ് എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗ്. ആനുവൽ ജനറൽ മീറ്റിംഗും ഉണ്ട്, എക്സ്ട്രാ ഓർഡിനറി ജനറൽ മീറ്റിംഗും ഉണ്ട്. ജനറൽ മീറ്റിംഗ് എല്ലാം ഷെയർ ഹോൾഡേഴ്സിന്റെ മീറ്റിംഗ് ആണ്. അപ്പൊ ഈ ആനുവൽ ജനറൽ മീറ്റിംഗിന്റെ ഡേറ്റ് വെച്ചിട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ AOC4 MGT7 രണ്ട് ഫോംസ് ആണ് എല്ലാ വർഷവും കമ്പനീസ് ഫയൽ ചെയ്യേണ്ടത്. അതിന്റെ ഡ്യൂ ഡേറ്റ്സ് വരുന്നത് AOC4 ഓഡിറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് നമ്മൾ ഫയൽ ചെയ്യുന്ന ഫോമാണ്. അത് നമ്മുടെ P&L ബാലൻസ് ഷീറ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ഫയൽ ചെയ്യുന്ന ഫോമാണ് AOC4. അത് ഫയൽ ചെയ്യേണ്ടത് നമ്മുടെ ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണോ അവിടുന്ന് 30 ഡേയ്സിനുള്ളിൽ. അപ്പൊ നമ്മൾ AGM നടത്തുന്നത് ഓഗസ്റ്റ് 30 ആണെങ്കിൽ ഓഗസ്റ്റ് 30 ഒരു മാസത്തിനുള്ളിൽ നമ്മൾ AOC4 ഫയൽ ചെയ്യണം. ഇത് നമ്മൾ സെപ്റ്റംബർ 15 ഒക്ടോബർ 15 ഫയൽ ചെയ്തിട്ടുണ്ടാകണം. അങ്ങനെയാണ് AOC4ന്റെ ഡ്യൂ ഡേറ്റ്. MGT7 വീണ്ടും AGMന്റെ ബേസിസ് തന്നെയാണ്. ആനുവൽ ജനറൽ മീറ്റിംഗ് എന്നാണോ കണ്ടക്ട് ചെയ്യുന്നത് അവിടുന്ന് 60 ദിവസത്തിനുള്ളിൽ നമ്മൾ MGT7 ആണ് ആനുവൽ റിട്ടേൺ. അതിനകത്താണ് നമ്മളുടെ ബോർഡിന്റെ മെമ്പേഴ്സ്, അതുപോലെ എത്ര ബോർഡ് മീറ്റിംഗ് നടത്തിയിട്ടുണ്ട്, അതിന്റെ അറ്റൻഡൻസ്, എത്ര ജനറൽ മീറ്റിംഗ് കഴിഞ്ഞ വർഷം നടത്തിയിട്ടുണ്ട്, അതിന്റെ അറ്റൻഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഈ MGT7 ഫോമിൽ ഫയൽ ചെയ്യണം. AOC4 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് ആണ്. നമ്മുടെ P&L ബാലൻസ് ഷീറ്റ് ക്യാഷ് ഫ്ലോ ഉണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ഫയൽ ചെയ്യുന്നത് AOC4 ആണ്. MGT7 ആനുവൽ റിട്ടേണിൽ മെയിൻ ആയിട്ട് ബോർഡ് മീറ്റിംഗ്, ഡയറക്ടേഴ്സ് മീറ്റിംഗ്, ബോർഡ് മെമ്പേഴ്സ്, ഈ പറഞ്ഞ ഓരോ മീറ്റിംഗിന്റെ അറ്റൻഡൻസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആണ് MGT7 ആനുവൽ റിട്ടേണിൽ നമ്മൾ ഫയൽ ചെയ്യുന്നത്. ഇനി ഈ ഫോംസ് ഫയൽ ചെയ്തില്ലെങ്കിൽ ഒരു ദിവസം 1000 രൂപ 100 രൂപ വെച്ചിട്ടാണ് നമുക്ക് പെനാൽറ്റി. അപ്പൊ ഓരോ ദിവസം 100 രൂപ വെച്ചിട്ട് കയറിക്കൊണ്ടിരിക്കും. ഇനി പാർട്ണർഷിപ്പ് ഫേമിലും ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിലും നമ്മൾ ഒരു ഡോക്യുമെന്റ് പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ടേംസ് ആൻഡ് കണ്ടീഷൻ ഒക്കെയുള്ള ഡോക്യുമെന്റ്. അതിന്റെ പേരെന്തായിരുന്നു? പാർട്ണർഷിപ്പ് ഡീഡ് അല്ലെ, അല്ലെങ്കിൽ LLP ഡീഡ്. കമ്പനീസിന് മെയിൻ ആയിട്ട് 2 ഡോക്യുമെന്റ്സ് ആണ് വരുന്നത്, മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ, അതുപോലെ തന്നെ ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ. മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനകത്ത് കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു വെക്കുന്നുള്ളൂ. എന്തൊക്കെയാ? കമ്പനിയുടെ പേര്, നമ്മൾ ഏത് സ്റ്റേറ്റിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത്, കമ്പനിയുടെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, ഇനി ഈ ഒബ്ജക്റ്റീവ്സിന് അലൈൻഡ് ആയിട്ട് നമുക്ക് വേറെ എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഡീറ്റെയിൽസ്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റിലുള്ളത്. ഇനി ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ഡോക്യുമെന്റ് കൂടി ഉണ്ട്. അതിനകത്താണ് നമ്മൾ ബാക്കിയുള്ളതെല്ലാം, ഇപ്പൊ നമ്മൾ പാർട്ണർഷിപ്പ് അതിനകത്ത് കുറെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എന്ന് പറയില്ലേ, അതുപോലെ ബാക്കിയുള്ള റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമ്മുടെ കമ്പനിക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളതെല്ലാം നമ്മൾ കവർ ചെയ്യുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷൻസിനകത്താണ്. അതിനകത്ത് മാറ്റേഴ്സ് റിലേറ്റഡ് ടു ഗവേണൻസ്, ഇൻക്ലൂഡിംഗ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സ് ആൻഡ് മീറ്റിംഗ്സ്. ഇപ്പം ഫോർ എക്സാമ്പിൾ പറയാനാണെങ്കിൽ ഇപ്പൊ നമ്മളൊരു ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനകത്ത് ഒത്തിരി ടേംസ് ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു നമുക്ക് മിനിമം 2 പേര് വേണം, നമുക്ക് 3 പേര് വേണമെങ്കിൽ 3 പേരെ വെക്കാം. അതിനകത്ത് ആകെ ഒരു പ്രശ്നമുള്ളത്, ഇപ്പം കമ്പനീസ് ആക്ട് പ്രകാരം നമുക്ക് പറയാനുള്ളത് പ്രൈവറ്റ് കമ്പനിയിൽ മിനിമം 2 ഡയറക്ടർ വേണമെന്നാ. ഇവിടെ പോയി നമുക്ക് ഒരു ഡയറക്ടറെ പറ്റത്തുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. കമ്പനീസ് ആക്ടിൽ ഉള്ളത് അലൈൻഡ് ആയിട്ട് നമുക്ക് വേറെ എന്തെങ്കിലും ടേംസ് ആൻഡ് കണ്ടീഷൻസോ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിലൊക്കെ ഇവിടെ കൊടുക്കാം. പിന്നെ ഒരു ഷെയർ ഹോൾഡർ ഷെയർ വിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കമ്പനിയെ ഇന്റിമേറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ വിൽക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെ നമുക്ക് വേണമെങ്കിൽ ടേംസ് ആഡ് ചെയ്യാം. അപ്പൊ ആ ഒരു കമ്പനി റൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ നമ്മൾ കൊടുക്കുന്നത് എവിടെയാ? ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്താണ്. മെമ്മോറാണ്ടത്തിനകത്ത് കുറച്ച് ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ആർട്ടിക്കിളിനകത്താണ് ബാക്കി നമ്മളുടെ ഈ മാനേജ്മെന്റ്, ഷെയർ ഹോൾഡേഴ്സ്, മീറ്റിംഗ് റിലേറ്റഡ് എല്ലാ കാര്യങ്ങളും നമ്മൾ കൊടുക്കുന്നത് ആർട്ടിക്കിൾ ഓഫ് അസോസിയേഷനകത്താണ്. ഇതിനകത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇന്റർപ്രിട്ടേഷൻ, ഷെയർ ക്യാപിറ്റൽ ആൻഡ് വോട്ട് വേരിയേഷൻ റൈറ്റ്സ്, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ താഴോട്ട്. അപ്പൊ നമുക്ക് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് സെലക്ട് ചെയ്യാം. ഇതിന്റെ ഫീൽഡ് എഡിറ്റ് ചെയ്ത് നമുക്ക് കേട്ടണമെങ്കിൽ എഡിറ്റ് ചെയ്യാം. അങ്ങനെയാണ് ഈ ഒരു ഫോം നമ്മൾ ഇനിഷ്യലി ഫയൽ ചെയ്യുമ്പോൾ വരുന്നത്. ഇനി ഡയറക്ടേഴ്സിന്റെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞതാ. ഡേ ടു ഡേ മാനേജ്മെന്റ് ആക്ടിവിറ്റീസ് എല്ലാം റൺ ചെയ്യുന്ന ആൾക്കാരാണ് ഡയറക്ടേഴ്സ്. പ്രൈവറ്റ് കമ്പനിക്ക് മിനിമം 2, പബ്ലിക് കമ്പനി ആണെങ്കിൽ മിനിമം 3, 1% കമ്പനി ആണെങ്കിൽ മിനിമം 1 ഡയറക്ടർ നിർബന്ധമായിട്ട് ഉണ്ടായിരിക്കണം. ഡയറക്ടേഴ്സ്, ഷെയർ ഹോൾഡേഴ്സിന് വേണമെങ്കിൽ ഡയറക്ടർ ആകാം, അതല്ലാന്നുണ്ടെങ്കിൽ വേറെ എക്സ്റ്റേണൽ ഒരാളെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാം. ഇനി ഡയറക്ടർ ആകുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ ഡെസിഗ്നേറ്റഡ് പാർട്ണർ ഒരു DPIN ഒരു നമ്പർ വേണം എന്ന് പറഞ്ഞതുപോലെ ഡയറക്ടർ ആണെങ്കിൽ ഒരു DIN നമ്പർ വേണം. DIN നമ്പർ
നേരത്തെ ഇയർലി KYC റിന്യൂ ചെയ്യണമായിരുന്നു. ഇപ്പം 3 വർഷത്തിൽ ഒരിക്കല് നമ്മൾ KYC റിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. നേരത്തെ ഇയർലി വൺസ് എല്ലാ വർഷവും സെപ്റ്റംബർ 30-നുള്ളിൽ KYC എന്ന് വെച്ചാൽ അവരുടെ അഡ്രസ്സ്, ഫോൺ നമ്പർ, മെയിൽ ID ഒക്കെ ഒന്ന് റീകൺഫേം ചെയ്താൽ മതി. അപ്പൊ ആദ്യം ഇത് വന്ന സമയത്ത് ഒരു ഫോം ഉണ്ടായിരുന്നു, അതിൽ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കൊടുക്കും. പിന്നെ എല്ലാ വർഷവും ജസ്റ്റ് നമ്മുടെ ഫോൺ നമ്പറും മൊബൈൽ നമ്പറും ഒരു OTP വെച്ചിട്ട് ഓൾറെഡി എല്ലാ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെങ്കിൽ ജസ്റ്റ് വെരിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ അത് മാത്രമാണ് എല്ലാ വർഷവും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ അത് മാറ്റി ഇയർലി വൺസ് എന്നുള്ളത് മാറ്റി വൺസ് ഇൻ 3 years ആക്കി. ഡ്യൂ ഡേറ്റ് സെപ്റ്റംബർ 30 എന്നുള്ളത് മാറ്റി ഇപ്പൊ ജൂൺ 30. ഇപ്പൊ ഈ വർഷത്തിന്റെ KYC നമുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ജൂൺ 30-നുള്ളിൽ എല്ലാ ഡയറക്ടേഴ്സ്, ഇപ്പൊ കമ്പനിയിൽ 5 ഡയറക്ടേഴ്സ് ഉണ്ട്, ഈ 5 ഡയറക്ടേഴ്സിന്റെ KYC നമ്മൾ ചെയ്യണം. ഈവൻ 1 day ഡിലേ ആണെങ്കിൽ പോലും 5000 രൂപ ഫിക്സഡ് എമൗണ്ട് ആണ് പെനാൽറ്റി വരിക. ഈ കമ്പനിയിൽ 5 ഡയറക്ടേഴ്സ് ഉണ്ട്, 5 ഡയറക്ടേഴ്സിന്റെ KYC റിന്യൂ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ 5 × 5000 25,000 രൂപ പെനാൽറ്റി വരും. അപ്പൊ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അപ്പൊ അതുപോലെ തന്നെ നമ്മൾ ഇപ്പൊ ഇയർലി വൺസ് ആകുമ്പോൾ എല്ലാ വർഷവും നമ്മൾ ചെയ്തു പോകും. ഇപ്പം വൺസ് ഇൻ 3 years ആകുമ്പോൾ മുന്നേ എപ്പോഴാണോ ചെയ്തത് അവിടുന്ന് 3 വർഷം കഴിയുമ്പോൾ നമ്മൾ നിർബന്ധമായിട്ട് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ നോക്കണം എല്ലാ വർഷവും എന്നാണ് ലാസ്റ്റ് ചെയ്തത്, അടുത്ത റിന്യൂവൽ എന്നാന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കണം. ഇത് മറ്റതിനൊക്കെ സാധാരണ നമുക്കൊരു ചെറിയ എമൗണ്ട് 100 രൂപ, 1000 രൂപ, 100 രൂപ പെർ ഡേ എന്നൊക്കെ പറഞ്ഞാൽ അത്ര കുഴപ്പമില്ല അല്ലേ. ഇതിപ്പോ 1 day ഡിലേ ആണെങ്കിൽ പോലും 5000 രൂപയാണ്. അപ്പം വലിയ എമൗണ്ട് ആണ്. അപ്പം ഈ ഒരു കാര്യം നമ്മൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെച്ചിട്ട് ഈ വർഷം നമുക്ക് എല്ലാ വർഷവും നമ്മൾ നോക്കണം, ഈ വർഷം നമുക്ക് റിന്യൂ ചെയ്യേണ്ട ആവശ്യമുണ്ട്, അടുത്ത റിന്യൂവൽ എപ്പോഴാണ് പറയുന്നുള്ളത് നമ്മൾ കറക്റ്റ് ആയിട്ട് നോക്കി വെച്ച് ചെയ്യണം. ഇപ്പം ഒരു ഡയറക്ടർ, ഇപ്പൊ എനിക്കൊരു ഡിൻ ഉണ്ട്, ഞാൻ ഡിൻ വെച്ചിട്ട് ഒരു 5 കമ്പനിയിലെ ഡയറക്ടർ ആണ്, അല്ലെങ്കിൽ ഒരു 3 കമ്പനിയിലെ ഡയറക്ടർ ആണെങ്കിൽ 3 പ്രാവശ്യം ഞാൻ KYC അപ്ഡേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഡിൻ സ്പെസിഫിക് ആയിട്ടാണ് KYC. ഈ വർഷം ഞാൻ ചെയ്ത 3 വർഷം കഴിഞ്ഞിട്ട് ചെയ്താൽ മതി. അത് എത്ര കമ്പനിയിൽ ഡയറക്ടർഷിപ്പ് എനിക്ക് ഉണ്ടെങ്കിലും 3 കമ്പനികളുണ്ടെന്ന് 3 പ്രാവശ്യം ചെയ്യേണ്ട ഒറ്റ KYC അപ്ഡേഷൻ മാത്രം ചെയ്താൽ മതി. അത് ഡിൻ സ്പെസിഫിക് ആയിട്ടാണ് നമുക്ക് KYC വരിക. ഇനി അടുത്തത്, ഈ ഒരു സാധനം നമുക്ക് നേരത്തെ ഉണ്ടായിരുന്ന ഒരു ഫെസിലിറ്റിയാണ്, ഇപ്പോഴും ഉണ്ട്, പക്ഷെ ലോഗിൻ മാൻഡേറ്ററി ആണ്. പണ്ടെന്ന് വെച്ചാൽ നമുക്ക് NCAയുടെ വെബ്സൈറ്റിൽ പോയിട്ട് ജസ്റ്റ് ഒരു കമ്പനിയുടെ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ അവരുടെ പേരൊക്കെ സെർച്ച് ചെയ്ത് കൊടുത്താൽ നമുക്ക് ആ ഒരു കമ്പനി ഐഡന്റിഫൈ ചെയ്ത് കമ്പനിയുടേതായി കുറച്ച് ഡീറ്റെയിൽസ് ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള ഒരു കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ആർക്ക് വേണമെങ്കിലും എടുക്കായിരുന്നു. ഇപ്പൊ പക്ഷേ ഈ പറഞ്ഞ പോലെ ഡയറക്റ്റ് ആയിട്ട് നമുക്ക് എടുക്കാൻ പറ്റില്ല. പക്ഷെ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒരു കമ്പനിയിൽ നമുക്ക് NCAയുടെ ലോഗിൻ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലോഗിനിൽ കയറി ഏത് കമ്പനീനെ വേണേലും സെർച്ച് ചെയ്ത് ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റും. കമ്പനിയുടെ പേര്, അഡ്രസ്സ്, എവിടെ രജിസ്റ്റർ ചെയ്തേക്കണം, എത്രയാണ് അവരുടെ ഓതറൈസ്ഡ് ഷെയർ ക്യാപിറ്റൽ, പെയ്ഡ് അപ്പ് ഷെയർ ക്യാപിറ്റൽ എത്ര, ആരൊക്കെയാണ് ഡയറക്ടേഴ്സ്, അങ്ങനെ ബേസിക് ആയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽസ് ഏത് കമ്പനിയുടെ വേണമെങ്കിലും നമുക്ക് MCAയുടെ വെബ്സൈറ്റിൽ തപ്പിയെടുക്കാൻ പറ്റും. പക്ഷെ കുറച്ച് നാളെ ആയുള്ളൂ, ഇപ്പം 1 year പോലും ആയിട്ടില്ല ഇപ്പം ലോഗിൻ നിർബന്ധമാക്കിയിട്ട്. അതിന് മുന്നേ നമുക്ക് ലോഗിൻ ഒന്നും മാൻഡേറ്ററി അല്ലായിരുന്നു, നമുക്ക് ആരുടെ വേണേലും സെർച്ച് ചെയ്ത് എടുക്കാൻ പറ്റുമായിരുന്നു. അപ്പൊ ഇത്തരം കാര്യങ്ങളാണ്. കമ്പനിയിലപ്പം എക്സ്ട്രാ വരുന്നത് എന്താ, ഓഡിറ്റ് മാൻഡേറ്ററി ആണ്. അതുപോലെ തന്നെ ആനുവൽ ജനറൽ മീറ്റിംഗ് സെപ്റ്റംബർ 30-നുള്ളിൽ നടത്തണം. ആനുവൽ ജനറൽ മീറ്റിംഗിന് 30 ദിവസത്തിനുള്ളിൽ AOC for ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സും 60 ദിവസത്തിനുള്ളിൽ MGT 7 ആനുവൽ റിട്ടേണും നമ്മൾ ഫയൽ ചെയ്യണം. ക്ലിയർ ആണോ? ബാക്കിയൊക്കെ നമ്മൾ ബാക്കി എല്ലാത്തിനും പഠിച്ചതുപോലെ തന്നെയാണ് കമ്പനീസിന് വരിക. അപ്പൊ ഇതാണ് എക്സ്ട്രാ കമ്പനീസിന് വരിക. പിന്നെ 3 വർഷത്തിലൊരിക്കൽ ഡയറക്ടേഴ്സിന്റെ KYC റിന്യൂ ചെയ്തിട്ടുണ്ടാവണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ആർക്കെങ്കിലും? നമ്മൾ ഇന്ന് പഠിപ്പിച്ച എന്റെ സെഷനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. ആർക്കും ഡൗട്ടില്ല? എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡപ്പ് ചെയ്യാം. കമ്പനീസിന്റെ ഇൻകം ടാക്സ് റേറ്റ് ഒക്കെ നിങ്ങൾ ഇൻകം ടാക്സിന്റെ ആ ഒരു ഇതിൽ പഠിച്ചിട്ടുണ്ടാകും. സെയിം തന്നെയാണ്. 25 ഉള്ളത്, 22 ഉള്ളതൊക്കെ, പിന്നെ സർചാർജ് ഒക്കെ നിങ്ങൾ പഠിച്ചിട്ടില്ലേ, അതേ റേറ്റിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ ടേൺ ഓവർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പ്രോഫിറ്റ് ആണെങ്കിലും ലോസ് ആണെങ്കിലും എല്ലാം കമ്പനീസ് റിട്ടേൺ, ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. പിന്നെ ഇൻകം ടാക്സ് ആക്ട് 2025 അത് വെച്ചിട്ടാണ് നിങ്ങളുടെ ക്ലാസ്സസ് എടുത്തിട്ടുണ്ടായിരുന്നത്, അതോ 1961 ആക്ടിൽ തന്നെയായിരുന്നു നിങ്ങളുടെ ക്ലാസ്സസ് പോയിട്ടുണ്ടാവും? എനിക്കൊന്നും പഴയതായിരിക്കും നിങ്ങൾക്ക് ക്ലാസ്സസ് കിട്ടിയിട്ടുണ്ടാവും. അല്ല, നിങ്ങൾക്ക് ക്ലാസ് വരുന്നതേ ഉള്ളൂ അല്ലെ ഇൻകം ടാക്സിന്റെ ഒക്കെ? 2025 വെച്ചിട്ട് തന്നെയാണ്. ഓക്കെ, ഫൈൻ.
2025 വരുമ്പോൾ നമുക്ക് പഴയ ആക്ടുമായിട്ട് വലിയ വ്യത്യാസങ്ങളൊന്നും ഇല്ല. സെക്ഷൻസ് ഒക്കെ മാത്രം മാറിയിട്ടുള്ളൂ. കണ്ടന്റ്സ് ഒക്കെ സെയിം തന്നെയാണ്. കാരണം ഓരോ വർഷവും ഫിനാൻസ് ആക്ട് വെച്ചിട്ട് അമെൻഡ് ചെയ്ത് വരുന്ന പ്രൊവിഷൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ്. 1961 ആക്ട് ആണെങ്കിലും അമെൻഡഡ് ബൈ ലേറ്റസ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ആണ്. അപ്പൊ പുതിയൊരു ആക്ടിലോട്ട് വന്നപ്പോൾ സെക്ഷൻസ് എല്ലാം ഒന്ന് മാറിയിട്ടുണ്ട്. കണ്ടന്റ്സ് ഒക്കെ സെയിം. അപ്പൊ പഴയത് പഠിച്ച ആൾക്കാരാണെങ്കിലും പുതിയതിലോട്ട് മാറുമ്പോൾ ആ സെക്ഷൻസ് മാത്രം ഒന്ന് ഫോക്കസ് ചെയ്താൽ മതിയാകും. ആരെങ്കിലും ഇനി 61 ആക്ട് പ്രകാരം പഠിച്ചവരുണ്ടെങ്കിൽ ജസ്റ്റ് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. വേറെന്തെങ്കിലും ഉണ്ടോ ഡൗട്ട് നിങ്ങൾക്ക്? വേറെ ഡൗട്ടൊന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. ഒരു കാര്യം, ഇപ്പം നിങ്ങൾക്ക് ക്ലാസ്സസ് ഒക്കെ തുടങ്ങി കുറച്ചൊക്കെ ആയിട്ടുള്ളൂ. അപ്പൊ നിങ്ങൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇപ്പൊ നിങ്ങൾ എല്ലാവരും ജോബ് ഓറിയന്റഡ് കോഴ്സിന് വേണ്ടിയിട്ട് പഠിക്കുന്നവരാ അല്ലേ? അല്ലേ അല്ലേ ജോലിയൊന്നും വേണ്ടാത്ത മട്ടാണ് എല്ലാവരെയും കണ്ട. ഓക്കെ, അപ്പൊ നിങ്ങൾ കൂടുതൽ ഇന്ററാക്റ്റീവ് ആയിട്ട് ക്ലാസ്സസ് ഒക്കെ അറ്റൻഡ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ഒന്നും കൂടെ എന്താ പറയുക, നിങ്ങൾക്ക് പേഴ്സണലി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കിട്ടുന്ന ചാൻസസ് ആയിട്ട് വേണം നിങ്ങൾ ഓരോ എന്തെങ്കിലും ചോദിക്കുമ്പോൾ അൺമ്യൂട്ട് ചെയ്തൊക്കെ പറയാൻ പറ്റുവാണെങ്കിൽ വളരെ നല്ലതാണ്. നിങ്ങൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ഇപ്പൊ നിങ്ങൾ കുറെ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് മാത്രം ഒരു ജോലിക്ക് പോയിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്ലിയർ ചെയ്യാൻ പറ്റണമെന്ന് ഒരു നിർബന്ധമില്ല. നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ എങ്ങനെ പ്രസന്റ് ചെയ്യുന്നു എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ സംസാരിക്കാൻ കിട്ടുന്ന ഓരോ അവസരങ്ങളും ഉപയോഗിക്കുക. നിങ്ങൾ പേഴ്സണലി ഡെവലപ്പ് ചെയ്തോളൂ. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇംഗ്ലീഷ് ലാംഗ്വേജിനേക്കാൾ അതിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഡെവലപ്പ് ചെയ്യണം. നിങ്ങൾക്ക് പേടിയില്ലാണ്ട് ഒരു സ്ഥലത്ത് സംസാരിക്കാൻ പറ്റണം. നിങ്ങൾക്ക് ആ ഒരു ഇന്റർവ്യൂ ബോർഡിൽ കിട്ടുന്ന ഒരു 10 minutes ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ എങ്ങനെ എത്ര നന്നായിട്ട് പ്രസന്റ് ചെയ്യുന്നു അത്രയും നിങ്ങൾക്ക് ഇന്റർവ്യൂവിൽ ക്ലിയർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം നിങ്ങൾ പഠിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ല, അത് പ്രസന്റ് ചെയ്യാനും കൂടി നിങ്ങൾ പഠിക്കുക. കേട്ടോ? ഓക്കെ അല്ലേ? ആ രീതിയിൽ എല്ലാവരും ഡെവലപ്പ് ചെയ്ത് വരണം കേട്ടോ. ക്ലാസ്സസ് ഒക്കെ നല്ല ഇന്ററാക്റ്റീവ് ആയിട്ട് അറ്റൻഡ് ചെയ്യുക. ഓക്കെ, അപ്പം താങ്ക് യു. ബൈ ബൈ.